എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇത് ഹവാക്കർ ശ്രീകണ്ഠൻ നായർ ഷോ പവർഡ് ബൈ കൈരളി TMD. പ്രേമം മൃതി പോൽ ശക്തമാണെന്ന് പറഞ്ഞത് കവി ചങ്ങമ്പുഴയാണ്. അതിങ്ങോട്ട് ഒരുപാട് എഴുത്തുകാർ അതിനെക്കുറിച്ച് പറയുകയും ചെയ്തു. പ്രണയത്തിൻ്റെ പാരവശ്യത്തെക്കുറിച്ച് ഒരു ചർച്ചയുടെ ആദ്യ ഭാഗം നിങ്ങൾ കഴിഞ്ഞ ശനിയാഴ്ച കണ്ടു. ഇന്ന് അതിൻ്റെ ഏറ്റവും രസകരമായ അവസാന ഭാഗം. കോട്ടയത്തെ ആ കുട്ടിയുടെ ദാരുണമായ മരണം അത് ഒരിക്കലും ഒരു പ്രണയമല്ല. ഞാൻ അറിയുന്നിടത്തോളം അയാൾക്ക് പ്രേമിച്ചില്ല എന്നൊന്നും ഞാൻ ഒരിക്കലും പറയില്ല. അയാളുടെ പ്രേമം കൂടിപ്പോയി. അവിടെ നടന്ന ശരിക്കും ഒരു ഒബ്ലിഗേറ്ററി ലവ് ആണ് എന്ന് പറഞ്ഞാൽ ഒരു പകയോട് കൂടിയുള്ള ഒരു ഇതാണ്. എനിക്കും ചാവണമെന്നില്ലായിരുന്നു, അവളെ കൊല്ലുക എന്നുള്ളതായിരുന്നു ഉദ്ദേശം. പുള്ളിയുടെ കയ്യിൽ കുറച്ചായിപ്പോയി, അങ്ങനെ സ്പ്രെഡ് ആയതാണെന്നാണ് ഒരു സൈഡ് പറയുന്നത്. പാലക്കാടിലെ ഒരു ടീച്ചർ ഒരു കുട്ടിയെ മോശമായ ഒരു പേര് വിളിച്ചത് കൊണ്ട് മാത്രമാണ് കുട്ടി ആത്മഹത്യ ചെയ്തത്. പ്രണയമല്ല കാരണം. കുട്ടികൾക്ക് വേണ്ടത്ര വിദ്യാഭ്യാസം, അവെയർനെസ്, ബോധം അതൊന്നും കൊടുക്കാൻ ടീച്ചേഴ്സിന് കഴിഞ്ഞില്ല എന്നതിന്റെ കുറച്ചൊരു അടയാളങ്ങളാണ് ഈ കാണിക്കുന്നത്. ക്യാമ്പസിൽ പൊളിറ്റിക്സ് മാറിയപ്പോൾ അവിടെ വന്നതെന്ന് വെച്ചാൽ ഗ്യാങ്ങുകളാണ്. ഗ്യാങ്ങുകൾ വന്നപ്പോൾ ഗ്യാങ്ങുകൾക്ക് എന്തും ചെയ്യാം എന്നുള്ളൊരു സിറ്റുവേഷൻ വന്നു. ഈ കുട്ടികൾ ഉദ്ദേശിക്കുന്ന പ്രണയം എന്ന് പറഞ്ഞാൽ 99% പൊസസീവ്നെസ്സും ജലസിയാണ്. കുട്ടികൾ പേരൻസിനോട് പോലും പറയാത്ത പല കാര്യങ്ങളും എൻ്റെ അടുത്ത് വന്ന് പറയുന്നുണ്ട്. അപ്പം ഞാൻ അതിൽ നിന്ന് മനസ്സിലാക്കുന്ന ഒരു കാര്യം, എന്തുകൊണ്ട് പേരൻസിന് ഇവരെ ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല. ഒരു ദിവസം കുട്ടി എന്താ കംപ്ലൈന്റ് ചെയ്തെന്ന് അറിയാവോ? കുട്ടി പറഞ്ഞു എന്നെ മുത്തച്ഛൻ പീഡിപ്പിച്ചു. കേസ് വന്നു, ഈ മുത്തച്ഛനെ അറസ്റ്റ് ചെയ്തു. അയാളെ മകൻ തന്നെ ജാമ്യത്തിലിറക്കി. കുറച്ച് കാലം കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതേ കുട്ടി ഒരു സൂയിസൈഡ് അറ്റംപ്റ്റിന്റെ സമയത്ത് കൊടുത്ത മരണമൊഴി എന്താ പറയുന്നത് വെച്ചാൽ, അന്ന് എന്നെ കാണാൻ വന്ന എൻ്റെ സുഹൃത്തിനെ തടഞ്ഞതിനാണ് ഞാനിങ്ങനെ പറഞ്ഞത്. സാധാരണ പ്രിൻസിപ്പൽമാരിൽ നിന്നും അധ്യാപികമാരിൽ നിന്നും ഒക്കെ സിസ്റ്റർ ഒരു അല്പം കലാപത്തിന്റെ വഴിയിലാണല്ലോ. എന്താ പ്രേരിപ്പിക്കുക അങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ കാര്യം? കുട്ടികളുടെ മനസ്സ് വായിക്കാൻ എനിക്ക് സാധിച്ചു. അപ്പൊ ഞാൻ ഒരിക്കൽ കുട്ടിയായിരുന്നുകൊണ്ടാണോ? അല്ല, ഞാൻ കുട്ടികളോട് കൂടി പെരുമാറിയിരുന്നത് കൊണ്ട് 52-ാം വയസ്സിലും ഞാൻ യുവതി ആയിക്കൊണ്ടിരുന്നു. അവരുടെ കലാപം എനിക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ വന്നിട്ടുണ്ടാകാം. ടീച്ചേഴ്സിന് മുഴുവനുള്ള ഒരു ഭാഗ്യമാണത് കേട്ടോ. ഈ യൂത്തിന്റെ കൂടെ നടന്ന് നമ്മൾ യൂത്തായി മാറും. അപ്പൊ അവരുടെ വിഷമങ്ങൾ നമുക്ക്. ഞാൻ ചോദിക്കുന്നത്, ഇപ്പൊ ഈ പുരുഷൻ അല്ലെ ആൺകുട്ടിയും പെൺകുട്ടിയും തമ്മിൽ കണ്ടുപോയ ഉടനെ വേണ്ടാത്ത സംഭവിക്കും, അതുകൊണ്ട് അവര് വഴിമാറി രണ്ട് വഴി നടന്നോട്ടെ. ഞാനേ ഗേൾസിന്റെ അറ്റൻഡൻസ് രജിസ്റ്റർ എടുത്ത് ബോയ്സിന്റെ അവിടേക്ക് ഇടും. അവരാണത് അറ്റൻഡൻസ്. അല്ലായത് നിങ്ങൾ ഇവിടെ പരസ്പരം മിണ്ടാതെയും ഒളിച്ചു നിന്നാല് നിങ്ങൾ മരച്ചോട്ടിലായിരിക്കും നിങ്ങളുടെ പ്രണയം. അത് എല്ലാം ഇവിടെ നടക്കട്ടെ. എന്റെ മുന്നിൽ പഠിപ്പിച്ച ആ കോളേജിൽ ആവശ്യമുള്ള മരങ്ങളൊക്കെ ഉണ്ടല്ലോ. കോളേജ് ഞാൻ കാറ്റീസം ക്ലാസ് ആണ് മിക്സഡ് കിട്ടിയത്. കോളേജിൽ കിട്ടിയില്ല, ഭാഗ്യക്കേടിന്. അപ്പൊ ഈ കുട്ടികളെ അപ്പൊ എല്ലാവർക്കും ഗേൾസിന്റെ പേരുകൾ ബോയ്സിന് അറിയാം. ബോയ്സിന്റെ രജിസ്റ്റർ ഗേൾസിന് വെച്ചു കൊടുക്കും. പറയും നിങ്ങൾ മാർക്ക് ചെയ്യുമെന്ന് പറയും. ഈ ഒരു തുറവി കൊണ്ടാണ് ഒരുപാട് ഗുണം ഉണ്ടായത്. നമ്മൾ ഈ അടച്ചു വെച്ച് മാറ്റി വെച്ചിട്ട് നിയന്ത്രിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. ഇടപെടലുകൾ മാത്രമേ നമുക്ക്. താങ്കളൊരു കവിയല്ലേ? നിരാശാ കവിതകളൊന്നും എഴുതേണ്ടി വന്നിട്ടില്ലല്ലോ. നിരാശാ കവിതകളല്ല സാറേ, എന്നാലും സമകാലിക വിഷയങ്ങൾ എഴുതേണ്ടി വന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് വേഷത്തെക്കുറിച്ചും ഒക്കെ എഴുതിയിട്ടുണ്ട്. കാരണം അത് എഴുതേണ്ടി വന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാണുന്ന കാഴ്ചകൾ തന്നെയാണ് നമുക്ക് സംഭവിച്ചു പോയി. നമ്മളിപ്പം ഒരു ആനുകാലികം പറയുമ്പോഴേ ഈ കുഞ്ഞുങ്ങൾക്ക് ശരിക്കും ചങ്ങാതിക്കൂട്ടം നഷ്ടപ്പെട്ടു പോയി. നമ്മൾ അവരെ ശരിക്കും ഒരു തടവറയിലേക്കാണ് ആക്കുന്നത്. കാരണം എല്ലാ കാലത്തും പണ്ട് മുതൽ സാറി പറഞ്ഞാൽ നമ്മൾ പഠിച്ച ജൂലിയറ്റിന്റെ ഇംഗ്ലീഷിലും മലയാളത്തിലും ഒക്കെ ഉള്ള പ്രണയ കാവ്യങ്ങൾ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന ഒരു തലമുറ ഇപ്പോഴും അതൊക്കെ ഒരു പോസിറ്റീവ് സൈഡിൽ മാത്രം. എന്നെ അമ്പരപ്പിച്ചൊരു കാര്യം, ഞാനൊരിക്കലും ഒരു സ്ഥലത്ത് ഇങ്ങനെ നിൽക്കുമ്പോൾ ഒരു കൂട്ടം ഒരു വനിതാ കോളേജിൽ പഠിക്കുന്ന 5-6 പെൺപിള്ളേരിൽ നിന്ന് സംസാരിക്കുക. അപ്പോൾ ഈ സംസാരിക്കുന്നിടയിൽ അവരുടെ ഇടയിൽ നിന്ന് കേട്ടൊരു സംഭവം ഞാൻ ഞെട്ടിപ്പോയി. നമ്മളൊക്കെ പള്ളിക്കൂടത്തിലൊക്കെ അത്യാവശ്യം പഠിച്ചാണല്ലോ. അതായത് അവള് കയറി എന്നെ എടീന്ന് വിളിച്ചു എന്ന്. നമ്മളൊക്കെ എന്ന് പറഞ്ഞാൽ പഠിക്കുന്ന കാലത്ത് എടാന്ന് വിളിച്ച് സംസാരിക്കുന്ന ആ സ്വാതന്ത്ര്യമായിരുന്നു ഒരു ക്ലാസ് മുറിയിലെ ഏറ്റവും വലിയ ഒരു ആത്മാ പ്രകാശനം എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ചിന്തിക്കുന്ന പിള്ളേരുള്ള കാലമാണ്. അവിടെ ഈ ചങ്ങാതിക്കൂട്ടം നഷ്ടപ്പെട്ടു വേണ്ടി. എൻ്റെ ഒരു സുഹൃത്ത് ബിസിനസ്സുകാരനാണ്. അദ്ദേഹം ചെയ്ത കാര്യം, അദ്ദേഹം 5 സെന്റ് സ്ഥലം, അജയകുമാർ എന്ന് പറഞ്ഞാൽ അദ്ദേഹം 5 സെന്റ് സ്ഥലം എഴുതി കൊടുത്തിട്ട് പിള്ളേർക്ക് കോർട്ട് ഉണ്ടാക്കി കൊടുത്തു. ഒരു കോച്ചിനെ പറ്റി എന്താ അറിയോ? ഈ കുട്ടികൾ വീട്ടിൽ വന്നിട്ട് പുറത്തോട്ടൊന്ന് ഇറങ്ങട്ടെ, വൈകിട്ടൊന്ന് കാണട്ടെ, അവർ തമ്മിലൊന്ന് പങ്കുവെക്കട്ടെ. അവരുടെ പ്രായത്തിൽ സമപ്രായക്കാർ തമ്മിലുള്ള കൂട്ടുകെട്ടിന്റെ ആ ഒരു ബോണ്ടിങ് കുറഞ്ഞതാണ് മെയിനായിട്ട്. കാരണം അവർക്ക് ഒരു പ്രശ്നം എനിക്ക് വന്നു കഴിഞ്ഞാൽ എൻ്റെ ഒരു കൂട്ടുകാരൻ, നല്ലൊരു ചങ്ങാതി, കണ്ണാടി പോലിരിക്കുന്ന ഒരു ചങ്ങാതിക്ക് അത് തിരിച്ചറിഞ്ഞ് എൻ്റെ അമ്മയോടോ എൻ്റെ അപ്പനോടോ അല്ലെങ്കിൽ സാറിനോടോ പറയാനുള്ളത്. ഇതിപ്പം അവരിൽ തന്നെ ഒതുക്കി, അവരിൽ തന്നെ സൊല്യൂഷൻ കണ്ട് ഗൂഗിളിൽ പോയിട്ട് അവർക്ക് അങ്ങനെ ഒരു ഫ്രീഡമാണ് നമ്മൾ കൊടുക്കേണ്ടത്. കാരണം അതിന് ഓവർലോഡായിട്ടുള്ള വിദ്യാഭ്യാസ വ്യവസ്ഥയ്ക്കകത്ത് മാറ്റം വരണം. അവർക്ക് കൂട്ടുകൂടാനുള്ള സൗകര്യം ഉണ്ടാക്കണം. അയൽക്കൂട്ടങ്ങൾ അല്ലെങ്കിൽ ചങ്ങാതിക്കൂട്ടങ്ങൾ പഴയ പോലെ ഉണ്ടാക്കാനായിട്ട് ശ്രമിച്ചാൽ അത് നമ്മൾ ഒരാളോ രണ്ടുപേരോ ഒരു സ്കൂളോ സാറിൻ്റെ ഒരു സ്കൂളോ പോരാ, എല്ലാവരും ആ ഓപ്പൺനെസ് ആ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കണം. പ്രണയം ഇന്ന് ഇത്രയും തരം താഴ്ന്ന് പോകുന്നുണ്ടെങ്കിൽ പല കേസുകളിലും അതിന്റെ ഒരു കാരണം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ സിനിമയും പാട്ടുകളുമാണ്. ഒരു
പാട്ടെടുത്ത ഒരു എക്സാമ്പിൾ പറയാം, നമ്മൾ ഏതെങ്കിലും തെലുങ്ക്, മലയാളം പിന്നെയും പോട്ടെ എന്ന് വെക്കാം, തമിഴ്, ഹിന്ദി, തെലുങ്ക്, കന്നഡ, ഈ കന്നഡയുടെ തെലുങ്കൊക്കെ കാണുകയാണെങ്കിൽ യൂട്യൂബിൽ കയറിയിട്ട് അതിൻ്റെ താഴെ സബ്ടൈറ്റിൽസ് വായിച്ചാൽ മതി. പ്രേമിക്കുന്നവർ കണ്ണേ പൊന്നേന്നൊക്കെ എല്ലാവരും വിളിക്കും. ഈ പറയുന്ന വർണ്ണനകളൊക്കെ ഉണ്ടല്ലോ, അത് പ്രണയത്തിന് വേറൊരു അർത്ഥം മാത്രമേ ഉള്ളൂ എന്നാണ് അവിടെ അടിച്ചേൽപ്പിക്കുന്നത്. മാത്രമല്ല യഥാർത്ഥത്തിലുണ്ടല്ലോ ഈ തെലുങ്ക് പടങ്ങളിലൊക്കെ കാമുകൻ ഒരു ജിംനാസ്റ്റ് ആയിരിക്കും, ഒരു സ്പോർട്സ് വുമൺ ആയിരിക്കും കാമുകൻ. തെലുങ്കെന്ന് മാത്രം പറയുന്നില്ല, മലയാളത്തിൽ ഉൾപ്പെടെ അതുണ്ട്. മലയാളത്തിലുണ്ട്. അല്ല, ഞാൻ ചോദിച്ചോട്ടെ, സിനിമ കണ്ടിട്ട് ഒരാൾ മോശമാവുന്നു എന്ന് നമ്മൾ പറയുകയാണെങ്കിൽ സിനിമ കണ്ടിട്ട് നമ്മൾ നന്നാവും വേണ്ടേ? വേണല്ലോ. എവിടെയാണ്? അപ്പൊ നിങ്ങൾ ഈ പറയുന്ന ഉദാഹരണത്തിന് പ്രസക്തി ഇല്ലല്ലോ. സിനിമ കണ്ടിട്ടോ ടെലിവിഷൻ കണ്ടിട്ടോ ഒരാൾ മോശമായി എന്ന് പറയാൻ പറ്റില്ല. കാരണം ഞാൻ പറയാം, നിങ്ങൾ അങ്ങനെ പറയുന്നതിൽ തെറ്റാണ്. കാരണം എന്താ അറിയോ, നിങ്ങൾ ഷോപ്പുകളിൽ പോയിട്ട് ഡ്രസ്സ് സെലക്ട് ചെയ്യുന്നത് ഇന്ന ഫാഷനിലുള്ള ഡ്രസ്സാണോ എന്ന് ചോദിച്ചോണ്ടാണ്. മനസ്സിലായില്ലേ? അത് ചോദിക്കുമ്പോൾ ആ തരത്തില് ഷാരൂഖ് ഖാന്റെ ഡ്രസ്സാണോ മറ്റു സൽമാൻ ഖാന്റെ ഡ്രസ്സാണോ ചോദിക്കുക. കാരണം സോഷ്യൽ കമ്മിറ്റ്മെന്റ് ഉള്ള മലയാള സിനിമകൾ കേരളത്തിൽ ഇന്നും നിലനിൽക്കുന്നു. ഞാൻ ചോദിച്ചോട്ടെ, സോഷ്യൽ കമ്മിറ്റ്മെന്റിൽ എത്ര മലയാള പടങ്ങൾ ഓടിയിട്ടുണ്ട്? തിയേറ്ററിൽ എത്ര പടങ്ങൾ ഓടിയിട്ടുണ്ട്? യൂട്യൂബിൽ കയറി കാണുന്നതല്ല, സോഷ്യൽ കമ്മിറ്റ്മെന്റ് ഉള്ള പടങ്ങൾ. ഇതൊക്കെ നമുക്ക് ഒരു സ്റ്റേജിൽ ഇരുന്ന് ചർച്ച ചെയ്യാവുന്ന കാര്യം മാത്രമാണ്. പ്രായപൂർത്തിയായ നടിമാരുടെ നഗ്നത ആഘോഷിക്കൽ ഇന്നൊരു എന്താ പറയേണ്ടത്, ഒരു വൃദ്ധാവ്യായമാണ് നമ്മുടെ സിനിമയിൽ നമ്മൾ അംഗീകരിക്കുന്നു. താങ്കൾ എത്രമാത്രം പരസ്യങ്ങൾ കാണുന്നുണ്ട്? പരസ്യങ്ങൾ കണ്ട് സാധനം അവിടെ വെക്കുന്നുണ്ട്. ഇത് കാണുന്നതാരാ? എന്റെ മുമ്പിൽ റിമോട്ട് എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. യൂട്യൂബ് ആണെങ്കിൽ ക്ലോസ് ചെയ്തിട്ട് പോവാം. നമ്മൾ ഓപ്ഷൻസ് സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് വേണ്ട നല്ലത് സെലക്ട് ചെയ്യും, വേണ്ടാത്തതിനെ ഉപേക്ഷിക്കുകയും ചെയ്യുന്നുള്ള ഒരു വിവേക ബുദ്ധിയുണ്ട് മനുഷ്യന്. അതാണ് മനുഷ്യനെ വേറിട്ട് നിർത്തുന്നത്. അല്ല, മെന്റാലിറ്റിയുള്ള 100 പേര് ചെയ്യുമ്പോൾ ബാക്കി 1000 പേര് കുറ്റം പറഞ്ഞുകൊണ്ട് കാര്യമില്ല. LKG മുതൽ 6-7 ക്ലാസ് വരെ ബോഡി പാർട്ട് നമ്മൾ സിസ്റ്റർക്ക് അറിയാം വരച്ചു വെക്കുന്നുണ്ട്. ഏതെങ്കിലും ഒരു പെൺകുട്ടിയുടെ ചിത്രം വരച്ചു വെച്ച് ടീച്ചർ കണ്ടിട്ടുണ്ടോ സ്കൂളിൽ? ഞാൻ വളരെ നിരീക്ഷിച്ചാണ്. ഞാനൊരു ട്രെയിനറോടും ചോദിച്ചാണ് എന്തുകൊണ്ടാണ് ഇങ്ങനെയെന്ന്. പെൺകുട്ടികളുടെ ചിത്രം വരച്ചു വെക്കില്ല, ചെറിയൊരു കുട്ടിയുടെ ചിത്രം വരച്ചു വെക്കുമല്ലോ നമ്മൾ. ഓരോ ഓർഗാൻസിന്റെ ഒക്കെ പേര്, ലൈംഗിക അവയവത്തിന്റെ പേര് എല്ലാം അടയാളപ്പെടുത്തി വെക്കും. ഒരു പെൺകുട്ടിയുടെ ചിത്രം ഒരു സ്ഥലത്ത് ഞാൻ കണ്ടിട്ടില്ല. എല്ലാ ആൺകുട്ടികളോടുകൂടി കൗതുകത്തോടു കൂടി ഇതിങ്ങനെ നോക്കി നിൽക്കും പെൺകുട്ടികളും. ഒരു പെൺകുട്ടിൻ്റെ ചിത്രം അവിടെ നമ്മൾ വരച്ചു വെച്ചിട്ടില്ല. എന്ന് പറഞ്ഞാൽ LKG മുതൽ, കുട്ടി പിറന്നു വീണത് LKG മുതൽ പ്രായപൂർത്തിയാകുന്നവരെ പെൺകുട്ടികൾ കൃത്യമായ ഒരു പ്രത്യേക ലൈനിലേക്ക് മാറ്റി നിർത്തപ്പെടുകയാണ്. ആൺകുട്ടികൾ ശരിക്ക് വളരെ ഉയർന്ന നിലവാരത്തിൽ തന്നെയാണ് നമ്മുടെ ക്യാമ്പസുകളിൽ ജീവിക്കുന്നത്. ഏറ്റവും കൂടുതൽ വിക്ടിംസ് ആവുന്നതും നമ്മളെ പെൺകുട്ടികളാണ്. നമ്മൾ ഈ പ്രണയം എന്ന് പറയുമ്പം എപ്പോഴും പെൺകുട്ടികൾ തെറ്റിപ്പോകുന്നു എന്നൊരു ഫോക്കസ്. ഇതിപ്പോ ആൺപിള്ളേരെ പുറത്തുണ്ട്, നമ്മൾ ലഗേജ് മൊത്തം അവരുടെ തലയിട്ടിരിക്കുകയാണ്. അങ്ങനല്ല, അവരുടെ തലയിൽ കുറ്റങ്ങളുടെ ലഗേജ് മാത്രമേ ഇടാറുള്ളൂ. എന്താ പറയാ, ഇരയാക്കപ്പെടുന്ന പെൺകുട്ടികൾ മാത്രമാണ് എന്നൊരു ഭയങ്കര വലിയൊരു കോൺസെപ്റ്റ് ഇവിടെ നിലനിൽക്കുന്നുണ്ട്. അത് വളരെ തെറ്റായ ഒരു കോൺസെപ്റ്റ് ആണ്. പിന്നെ ഈ പറഞ്ഞ പോലെ പ്രേമത്തില് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മൾ ക്രൂവൽ ആവുന്നുണ്ടെന്ന് പറയുന്നുണ്ടെങ്കിൽ ഡീന ആൻഡ് റോബിൻസൺ എന്ന് പറയുന്ന രണ്ടുപേരും നടത്തിയ പഠനത്തിൽ പറയുന്നത് കോറിലേഷൻ എടുത്ത US-ലാണ് നമ്മളെക്കാളും അക്രമികളുള്ള ആൾക്കാരല്ല എന്നുള്ള ഒരു തർക്കമില്ല. അവിടുത്തെ ആൾക്കാരുടെ കണക്കെടുത്താൽ 15.6% ആൾക്കാർ മാത്രമേ പ്രണയിക്കുന്നവര് ക്രൂവലായിട്ടുള്ള മെന്റാലിറ്റി കാണിക്കുന്നവരുള്ളൂ. പ്രണയിക്കുന്നവര് ഇന്നത്തെ കാലത്ത് ഇപ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട്, എൻ്റെയൊക്കെ കാരണന്മാരായാലും ഇപ്പോൾ ഒരു TV-യിൽ, അതായത് ഒരു അഡൽസൊള്ളി ആയിട്ടുള്ള ഒരു എന്തെങ്കിലും ഒരു അഡ്വർടൈസ്മെന്റ് വരികയാണെങ്കിൽ, അതായത് എന്റെ അച്ഛനമ്മേനൊക്കെയാണെന്ന് ഉദ്ദേശിച്ചു, അവരെ കാരണന്മാരുടെ വശത്തേക്ക് തള്ളിയിട്ടാ നമ്മൾ പറയുന്നത് വെച്ചാൽ ഇപ്പോൾ അങ്ങനെ ഒരു ഫൂട്ടേജ് കാണിക്കുകയാണെങ്കിൽ അവർ ചാടി മോളെ കണ്ണടയ്ക്ക്, അങ്ങനെ അത് കാണാൻ പാടില്ല എന്ന്. അതിന് പകരം ഇത് എന്താണ്, അതിന്റെ ദൂഷ്യഫലങ്ങൾ എന്താണെന്ന് പറഞ്ഞു കൊടുക്കും. കാണിക്കാതിരുന്നോണ്ട് ഒരു കാര്യമില്ല. ലിമിറ്റ് ചെയ്യുമ്പോൾ അതിനനുസരിച്ച് പിള്ളേര് അത് വയലേറ്റ് ചെയ്യാനാണ് നോക്കുന്നത്. പിന്നെ പ്രണയത്തെ കുറിച്ച് ഇഷ്ടംപോലെ ഇവരെല്ലാരും പറഞ്ഞു. ഇന്നത്തെ കാലത്ത് നടക്കുന്ന ശരിക്കും പ്രണയം എന്ന് പറയാൻ പറ്റത്തില്ല, ഒരു സെക്ഷൽ അട്രാക്ഷൻ മാത്രമാണ്. പ്രണയം എന്ന് ഒരിക്കലും പറയാൻ പറ്റത്തില്ല. കാരണം നമ്മൾ ഇഷ്ടംപോലെ കഥകളിലൊക്കെ പ്രണയങ്ങളെ കുറിച്ച് കേൾക്കുന്നുണ്ട്, അതൊക്കെ നശ്വരമായ പ്രണയമാണ്. പക്ഷെ ഇതെന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു പെണ്ണും ഒരാണും തമ്മിൽ കാണുമ്പോൾ അവർക്ക് തമ്മിൽ തോന്നുന്ന ഒരു അട്രാക്ഷൻ മാത്രമാണ്, അല്ലാതെ അതിനെ ഒരു പ്രണയമായിട്ട് നമുക്ക് വ്യാഖ്യാനിക്കാൻ പറ്റത്തില്ല. ഒരിക്കലും അല്ല. അത് മനസ്സിലാക്കേണ്ട ഒരു വസ്തുതയുണ്ട്. 1990s ശേഷം ജനിച്ച കുട്ടികൾ, നമ്മളെ എർത്തിന്റെ പല ഏജുകൾ പഠിക്കുന്നില്ല. ജുറാസിക് ഏജ് അങ്ങനെ ഒരു ഏജ് ആയിരുന്നു. 1990s അതുപോലൊരു ഏജ് അവസാനിച്ചു. 1990s ശേഷമാണ് ടെക്നോളജി ഇത്ര അധികം വളരുന്നതും കാര്യങ്ങൾ വരുന്നതും. കാരണം എന്താണെന്ന് വെച്ചാൽ അതിനുശേഷം ജനിച്ച കുട്ടികൾക്ക് തലച്ചോറിൽ 100 യൂണിറ്റിന്റെ അധികം പ്രോസസ്സിംഗ് പവർ ഉണ്ട്. ആ ഒരു പവറിനകത്ത് അവർക്ക് പല കാര്യങ്ങളും നേടിയപ്പോൾ അവർക്ക് അവിടെ വന്ന ഒരു പ്രശ്നം, ഇമോഷണൽ ബാലൻസ് കുറഞ്ഞു. അത് പഠിക്കാനുള്ള ബുദ്ധി ഇതുവരെ ലോകത്ത് അധികം ആൾക്കാർ സബ്ജക്റ്റ് ആയിട്ട് എടുത്തിട്ടില്ല. അതുകൊണ്ടാണ് ഇതുപോലുള്ള കാര്യങ്ങൾ ഉണ്ടാകുന്നത്. അതിന്റെ ഭാഗമായിട്ട് ടെക്നോളജി വളർന്നു. ടെക്നോളജിയിലൂടെ പഴയ പ്രേമമൊന്നും ഇപ്പൊ കൊണ്ടുവന്നിട്ട് ഒരു കാര്യമില്ല. പെണ്ണും ആണും തമ്മിൽ പ്രണയം, വിവാഹം
ഇത് രണ്ടുമേ പാടുള്ളെന്ന് നമ്മൾ എവിടെയാണ് നിഷ്കർഷിക്കുന്നത്? അവർക്ക് അട്രാക്ഷൻ ഉണ്ടാവട്ടെ, അതിനെന്താണ് കുഴപ്പം? അവർ പ്രണയിക്കുന്നെങ്കിൽ പ്രണയിക്കട്ടെ, അത് ചെയ്യണം. വിവാഹം കഴിക്കണമെങ്കിൽ കഴിക്കട്ടെ. നമ്മൾ എന്തിനാണ് തടയുന്നത്? എന്തിനാണ് അങ്ങനെ സ്ത്രീക്ക് പുരുഷനോട് അട്രാക്ഷൻ തോന്നുന്നത്? നമ്മൾ എന്തിനാണ് അതിന് എതിർക്കുന്നത്? എന്തിനാണ്? ആരാ എതിർക്കുന്നത് ചോദിക്കട്ടെ, ആരാ എതിർക്കുന്നല്ലേ? അപ്പൊ ഇവിടെ സംസാരിച്ചോണ്ടാണ് അല്ലല്ല ഈ പറയുന്നത് ആ കുട്ടി പറഞ്ഞൊരു കാര്യം. ഇപ്പൊ പ്രണയമില്ല, ഒരു അട്രാക്ഷൻ അല്ലേ, ഒരു ഫിസിക്കൽ തമ്മിൽ ഒരു അട്രാക്ഷൻ മാത്രമേ ഉള്ളൂ. നേരത്തെ അവിടെ പറഞ്ഞു കുട്ടികളെ ഇടപഴകാൻ പണ്ട് അവസരം കൊടുത്തിരുന്നില്ല, അല്ലെങ്കിൽ ഇപ്പോൾ ചില സ്കൂളുകളിൽ കൊടുക്കുന്നില്ല. പഴയ കാലഘട്ടത്തിൽ നിങ്ങളുടെ 10 വീട് അപ്പുറമുള്ള കുട്ടികളെ കൂടെ നിങ്ങളുടെ വീട്ടിൽ ഉത്സവം കണ്ടുവരിക, പാദരാത്രി മറന്നു വന്നിരുന്ന കുടുംബങ്ങളുണ്ട്. ഇന്ന് സ്വാതന്ത്ര്യം കൂടുതൽ തന്നെയാണ്, ഇല്ലാന്ന് പറയരുത്. ഭയങ്കര ലിമിറ്റഡ് ഒന്നുമല്ല, അതിന് വെളിയിൽ. കാരണം എന്താ, നിങ്ങൾ ഒരു മുറിയിൽ ഒരു ഗ്ലോബ് തുറന്നു വെച്ചിരിക്കുകയാണ്, ഒരു ഗ്ലോബൽ സ്പേസ് നിങ്ങളുടെ കുട്ടിയുടെ കയ്യിൽ കൊടുത്തിട്ടാണ് നിങ്ങളെ കുട്ടിയെ അടച്ചു വെച്ചിരിക്കുന്നത്. അതായത് ആന പോകുന്ന വഴി തുറന്നു വെച്ചിട്ട് കടുക് പോകുന്ന വഴി അടച്ചു വെച്ചിരിക്കുകയാണ്. അതാണ് സത്യം. അവിടെ നിങ്ങൾ ഈ പറഞ്ഞത് പ്രണയം ഫ്രീ ആണ്, പ്രണയം ഫ്രീ ആണ്. അത് മനുഷ്യന്റെ മനസ്സിൽ വരുന്ന ഒരു വികാരമാണ്. അതൊരു വികാരമായിട്ട്, അത് മനുഷ്യന്റെ മനസ്സിൽ വരുന്ന ഒരു വികാരമായി ഇരിക്കുന്നിടത്തോളം കാലം ചെറിയ പയ്യന് മാത്രമല്ല, മരണത്തിന്റെ തൊട്ട് തലേനാൾ വരെ നമുക്ക് പ്രണയം വരും. അതൊരു വികാരമായിട്ടിരിക്കുമ്പോ, പക്ഷേ അത് ഹൃദയത്തിന്റെ വികാരം ശരീരത്തിന്റെ വിചാരമായി മാറിയിട്ടുള്ള ഒരു സാഹചര്യം വന്നപ്പോൾ മനുഷ്യർ വേറൊരു വഴിയിലൂടെ പോയി. മനുഷ്യന് മാനുഷികമായിട്ടുള്ള വികാരങ്ങൾ പാടില്ല എന്നാണോ പറയുന്നത്? പാടില്ലെന്ന് ആരാ പറഞ്ഞേ? പക്ഷേ ഇവിടെ പറയുന്ന ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ പ്രേമിക്കുന്നതിന് കുഴപ്പമില്ല, പ്രേമിച്ച് കല്യാണം കഴിക്കുന്നതിന് കുഴപ്പമില്ല. പക്ഷേ നിങ്ങളുടെ ജീവനെ തകർത്ത് തരിപ്പണമാക്കുന്ന ഒന്നായിട്ട് പ്രേമം മാറുവാണെങ്കിൽ അത് തിരിച്ചറിയാനും അതിൽ നിന്ന് മാറിപ്പോകാനും നിങ്ങൾക്ക് കഴിവുണ്ടാകണം എന്നാണ് പറഞ്ഞു വരുന്നത്. ഹരിയുടെ ഒരു പക്ഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വാതന്ത്ര്യ കുറവല്ല, കൂടുതലാണെന്നുള്ളതാണ്. ഞാനത് പറയില്ല. സ്വാതന്ത്ര്യം 101% അതിൽ കൂടുതലും നിങ്ങൾ കൊടുത്തോളൂ. അത് യൂസ് ചെയ്യാനായി അവരെ പഠിപ്പിക്കണം, മിസ്യൂസ് ചെയ്യാതിരിക്കാൻ. ഞാൻ കുട്ടികളോട് പറഞ്ഞ എന്താ അറിയോ, ആദ്യം പ്രിൻസിപ്പൽ ആയപ്പോൾ എൻ്റെ ആദ്യത്തെ പ്രസംഗം, നിങ്ങൾക്ക് ഞാൻ 100% ഫ്രീഡം തരുന്നു, ബട്ട് വിത്ത് 100% റെസ്പോൺസിബിലിറ്റി. നിങ്ങൾ നിങ്ങളുടെ ചുമതല പോകുന്ന റെസ്പോൺസിബിലിറ്റി 99 ആക്കിയാൽ ഫ്രീഡം 99 ആവും. അത് അക്കോർഡിംഗ്ലി, അതാണ് എന്റെ റേഷ്യോ. ഈ ഫ്രീഡം ഇറക്കുമതി ചെയ്ത ആള് കരുത്തിയാണോ ഉള്ളുകൊണ്ട്? തീർച്ചയായിട്ടും സ്ട്രോങ് ആണോ? സ്ട്രോങ് ആണ്. ഡബിൾ സ്ട്രോങ് ആകണം, അതാണ് പ്രശ്നം. നിങ്ങളൊക്കെ സ്ട്രോങ് ആണോ എന്നുള്ളതാണ് ഇഷ്യൂ. തീർച്ചയായിട്ടും സ്ട്രോങ് ആണ്. കാരണം ഒരു സ്ഥാപനത്തിൽ നമ്മൾ റവല്യൂഷണറി ആയിട്ട് എന്തെങ്കിലും ഒന്ന് മുന്നോട്ട് വെച്ചാൽ ഏറ്റവും കൂടുതൽ എതിർപ്പ് നേടുക നമ്മുടെ ചുറ്റുവട്ടത്തുള്ള സ്കൂളുകൾ, നമ്മുടെ ചുറ്റുവട്ടത്തുള്ള സ്ഥാപനങ്ങൾ, എല്ലാവരും, നമ്മുടെ സഹപ്രവർത്തകർ പോലും നമുക്കെതിരായിരിക്കും. അതിനെതിരെ പോരാടി നിന്നാൽ മാത്രമേ ഒരു സ്ഥാപനം നമുക്ക് മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ പറ്റൂ. നമ്മൾ പേടിച്ച് പിന്മാറിയാൽ പറ്റില്ല. ഇതിപ്പോൾ നമ്മളിപ്പോൾ ഇത്ര നേരം പ്രണയം എന്നാണ് പറഞ്ഞത്. പ്രണയം എന്ന് പറഞ്ഞ ഒരു പേര് തന്നെ ഇവിടെ ഉച്ചരിക്കാൻ പാടില്ല. ശരിക്കും പറഞ്ഞാൽ പ്രണയത്തിന് യാതൊരു വ്യവസ്ഥയില്ല, ശരീരമില്ല, ലൈംഗികതയില്ല, ഒന്നുമില്ല. മനുഷ്യൻ തൂവൽ പോലെ പറക്കുന്ന ഒരവസ്ഥയാണ് പ്രണയം. അത് ഈ ലോകത്ത് എന്തിനോടും തോന്നാവുന്നതാണ്. ആ പേര് ശരിക്കും ഇവിടെ കൊടുക്കാൻ തന്നെ പറ്റില്ല. നമുക്ക് വേണമെങ്കിൽ എന്തെങ്കിലും പ്രേമെന്നോ അങ്ങനെ എന്തൊക്കെ പറയാം, പ്രേമം എന്നൊക്കെ പഴയ കാലത്ത് പറയും. അങ്ങനെ എന്തെങ്കിലും ഒരു എന്താണ് പറയുക, ഒരു ലൈംഗിക നിഷ്ഠമായ, ഒരു ശരീരനിഷ്ഠമായ അല്ലെങ്കിൽ ഭൗതിക നിഷ്ഠമായ, കുട്ടികളുടെ സൗകര്യങ്ങൾ കാണുമ്പോൾ അതിനോട് അട്രാക്റ്റ് ആവുന്ന, ശരീര സൗന്ദര്യം കാണുമ്പോൾ അട്രാക്റ്റ് ആവുന്ന ഒരു പ്രത്യേക തരത്തിലുള്ള പ്രതിഭാസമാണ് ഇവിടെ നടക്കുന്നത്. ഇതിന് പ്രണയം എന്നൊരിക്കലും പേരിട്ട് പറയാൻ പറ്റില്ല എന്നുള്ളതാണ് ഇതിന്റെ വസ്തുത. ഈ പ്രണയത്തിന്റെ രീതിയെ മാറിപ്പോയി. ഞാൻ 9 പഠിക്കുമ്പോൾ എനിക്കൊരു കൂട്ടുകാരി ഉണ്ടായിരുന്നു. പഴയ കൂട്ടുകാരി? അതെ അതെ, പഴയ അങ്ങനെ ഞാനൊരു ചൈൽഡിഷ് ആയിരുന്നു, അങ്ങനെ കണ്ടാൽ മതി. ആ കുട്ടി ഞാനത് സീരിയസ് ആയിട്ട് കണ്ടു. ഞാൻ അങ്ങയുടെ മനസ്സിനെ ബഹുമാനിക്കുന്നു. ഞാനത് പിന്നെ അതും പാസ്സായി, ഞാനും പാസ്സായി. പഴയ കാലത്ത് ഈ ഫ്രീ പാസ്സല്ലല്ലോ, എഴുതിയ പാസ്സാവുള്ളൂ. 9, അതായത് 50 കൊല്ലം മുമ്പ്, 48 കൊല്ലം മുമ്പാണ് ഞാനും പാസ്സായി. അപ്പം എനിക്ക് നിർബന്ധമായിട്ടും 10ാം ക്ലാസ്സിൽ പാസ്സാകണം. എന്തുകൊണ്ടാണ്? ആ കുട്ടി കോളേജിൽ പോയി, എനിക്ക് കോളേജിൽ പോകണം. എനിക്ക് ആ കുട്ടിയെ എൻ്റെ പാർട്ട്ണർ ആക്കണമെങ്കിൽ എനിക്ക് അതിൻ്റെ ക്വാളിഫിക്കേഷൻ അല്ലെങ്കിൽ എൻ്റെ ഒരു സാഹചര്യം അനുകൂലമായി എടുത്തേ വെക്കുള്ളൂ. അമ്മച്ചി ഒരു മിനിറ്റ്. എന്നിട്ട് ഞാനത് ഇദ്ദേഹത്തിന് അറിഞ്ഞുകൂടാ, ഞാൻ പറയുക. അങ്ങ് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ ഈ 50 കൊല്ലത്തിന് ശേഷം ഉണ്ടല്ലോ അമ്മച്ചി ഇവിടെ നെടുവീർപ്പ്. അല്ല, എനിക്ക് അറിയാം, അദ്ദേഹത്തിന് എനിക്കറിയാം. ഇവിടെ കുട്ടികളിരിപ്പുണ്ടേ. ഞാൻ യഥാർത്ഥത്തില് ഞാൻ സാവറേജ് വിദ്യാർത്ഥിയായിരുന്നു. ഞാൻ എൻ്റെ ഈ ഒരു വിരൽ കുത്തിപ്പൊടിച്ച് ബ്ലഡ് എടുത്തിട്ട് SSLC പാസ്സാകുകയാണെങ്കിൽ ഞാൻ ഈ കൊല്ലം തന്നെ പാസ്സാകും എന്നെഴുതിയാൻ ഞാൻ പഠിക്കുന്ന ടേബിൾ നമ്പർ ഒട്ടിച്ച് വെച്ചു. അത് യഥാർത്ഥത്തിൽ അത് പാസ്സാകുക എന്നുള്ള ഇൻറ്റൻഷൻ മാത്രമായിരുന്നില്ല. ഞാൻ തോറ്റുപോയാൽ ആ കുട്ടി കോളേജിൽ പോകുമ്പോൾ എന്ന് ഞാൻ പറയുന്നില്ല. അങ്ങോട്ട് അങ്ങനെ കിടന്ന് സംസാരിക്കരുത്. അങ്ങനെ പ്രണയം ഒരു ബാധ്യതയാക്കി ഏറ്റെടുക്കണം, ബാധ്യതയായിരിക്കണം.
ഉത്തരവാദിത്വമായിരിക്കണം. 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി, ആ കുട്ടി അമ്മയുടെ അച്ഛൻ്റെയും കല്യാണത്തിന്റെ കാസറ്റ് കണ്ടുകൊണ്ടിരിക്കുക. അപ്പൊ അത് കാസറ്റ് കണ്ടു കഴിഞ്ഞ് തീർന്നു കഴിഞ്ഞപ്പോൾ ഈ കുട്ടി അടുത്തൊരു ചോദ്യം അമ്മയോട് ചോദിക്കുകയാണ്, ഇനി അടുത്തത് ഫസ്റ്റ് നൈറ്റ് അല്ലേ അമ്മേ, അപ്പൊ അതിന്റെ CD ഇല്ലേ എന്ന് ചോദിച്ചു. അപ്പൊ അമ്മ എടുത്ത ഉത്തരം കൂടെ, നിന്നോട് ആരാ പറഞ്ഞു ഇതൊക്കെ ചോദിക്കാൻ, നിനക്ക് എവിടെന്നാ ഇതെല്ലാം കിട്ടിയേ എന്ന് ചോദിക്കുന്നു. അപ്പൊ ആ കുട്ടിയുടെ സംശയം അത് അവിടെ കിടക്കുമ്പോൾ 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയെ അല്ല, കുട്ടിക്ക് നല്ല, അവിടെയാണ് ഈ കുട്ടി പറയുന്നത് ഞാൻ അംഗീകരിക്കുന്നു. കാരണം കുട്ടികൾക്ക് നല്ല ചിന്തിക്കാനുള്ള കഴിവുണ്ട്, അവർ കാണുന്നത് ചിന്തിക്കുന്നുണ്ട്. പക്ഷേ ആ കുട്ടിക്ക് ഇതിന് ഉത്തരം കൊടുക്കാൻ പറ്റുന്നത് ആളുകളില്ല. എല്ലാം ഇവര് കൂട്ടുകുടുംബത്തിലേക്കോ അല്ലെങ്കിൽ പഴയതിലേക്കോ കൊണ്ടുപോകാൻ ശ്രമിക്കുമ്പോഴാണ് പ്രശ്നം ഉണ്ടാകുന്നത്. അപ്പോൾ എക്സിസ്റ്റൻഷ്യലിസം പറയുന്നത് പോലെ കുട്ടികളെ ആ കാലഘട്ടത്തിനനുസരിച്ച് ജീവിക്കാൻ പഠിപ്പിക്കണം. അവരെ തെറ്റും ശരിയും തിരുത്തി കൊടുക്കാൻ പറ്റുന്ന ആളുകൾ ഉണ്ടാവണം സമൂഹത്തിൽ. ഈ നമ്മൾ ചില കല്യാണത്തിനൊക്കെ പോയി നിൽക്കുന്ന സമയത്ത് ഈ കല്യാണ പെണ്ണിനെയും ചെറുക്കനെയും കൊണ്ട് ഈ വീഡിയോഗ്രാഫേഴ്സ് പടം എടുപ്പിക്കുന്നതിന്റെ തെലുങ്ക് സിനിമയും തോറ്റു പോകും. ഇപ്പോഴത്തെ അതാണ് കുട്ടികൾ കണ്ടുപഠിക്കുന്നത്. അപ്പൊ പിന്നെ അവരതൊക്കെ ചോദിക്കും. ടീച്ചർ പറഞ്ഞതിനോട് ഞാൻ പൂർണ്ണമായിട്ട് യോജിക്കുന്നുണ്ട്. ഇന്നും നമ്മള് സമൂഹത്തിൽ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്ന റോൾ മോഡൽസ് ആരൊക്കെയാ? വിവേകാനന്ദൻ ആണല്ലോ, അങ്ങനെ അയ്യങ്കാളി, അങ്ങനെയുള്ള കുറെ പഴയ ആൾക്കാരാ. എന്തുകൊണ്ടാണ് ലാസ്റ്റായിട്ട് വരുന്നത് APJ അബ്ദുൽ കലാം ഇപ്പൊ വന്ന് നിൽക്കുന്നു. അല്ലാതെ യൂത്തിന്റെ ഇടയിൽ നിന്ന് പറഞ്ഞു കൊടുക്കാൻ ബാക്കി കാര്യങ്ങളിലെ റോൾ മോഡൽ ഇല്ല. പിന്നെ ഇതിനകത്ത് ആരാ ഉള്ളത്? അല്ല, ഇപ്പൊ പ്രശ്നം എന്താ അറിയാം, നമ്മളിപ്പോ ഇത് എടുത്തു വെച്ച് കുട്ടികളോട് കാണിച്ചു കൊടുക്കാനായിട്ട് എടുത്തു കഴിഞ്ഞാലേ അവർ ഇദ്ദേഹം പറഞ്ഞ ഒരു ഭാഷയാണ് ഉപയോഗിക്കുന്നത്. ഈ കാരണം അവരാരാന്ന് നമ്മൾ കാണിച്ചു കൊടുക്കുന്ന മോഹൻദാസ് കരംചന്ദ് ഗാന്ധി ആയിരിക്കും. അതാ സാർ പ്രശ്നം, അത്രയും പഴകിയ ആൾക്കാരാ റോൾ മോഡൽ ഉള്ളത്. അതിനകത്തൊരൊറ്റ കാര്യമുണ്ട്, ഈ റോൾ മോഡൽ എന്ന് പറയുന്നത് ഓരോ വ്യക്തിയും യുണീക്കാണ്. അതിന് റോൾ മോഡലിന്റെ ആവശ്യമേ ഇല്ല. ഒരു കുട്ടിയുടെ സാധ്യതകളെ ഡെവലപ്പ് ചെയ്യാൻ നമ്മൾ അനുവദിച്ചു കൊടുക്കുക വേണ്ടുന്നത്. ഇപ്പൊ ഇവിടെ പറയുന്ന പ്രണയം എന്നുള്ള വേർഡ് ഉപയോഗിക്കുന്നു, പക്ഷെ ഇത് ആർക്കും അറിയത്തില്ല. അവര് എനിക്ക് തോന്നുന്നു അത് മിസ്യൂസ് ചെയ്യുകയാണെന്ന്. പ്രണയം എന്നുള്ള വേർഡ് അതൊരു സ്റ്റേറ്റ് ഓഫ് ബീയിങ് ആണ്. അത് ഒരു മനുഷ്യന് ഉണ്ടായിരിക്കേണ്ടതാണ്. ശരീരത്തിന് ഭക്ഷണം പോലെ ആത്മാവിന് പ്രണയം ആവശ്യമാണ്. ഇവിടെ ചർച്ച ചെയ്യുന്ന കാര്യം അതല്ല. ഈ സമൂഹം ദമനം ചെയ്തു വെച്ചിരിക്കുന്ന വേറെന്തോ ഒരു സംഭവം ഉണ്ട്, ലൈംഗികത പോലുള്ള. അത് അവസരം കിട്ടുമ്പോൾ കുട്ടികൾ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കൂടിയിരിക്കുന്നവരുടെ. അതായത് നമ്മൾ ഈ മലയാളികളെ എപ്പോഴും ഞാൻ വളരെ അടുത്ത് നോക്കി കാണും. എനിക്ക് തോന്നിയിട്ടുണ്ടെന്നറിയോ, അവന്റെ മനസ്സിൽ എന്താണോ അതിന് നേരെ തിരിച്ച് അവൻ പുറത്ത് കാണിക്കുന്നത്. എപ്പോഴും അങ്ങനെയാണ്. ഇദ്ദേഹത്തെ പോലെ ഉള്ള കാര്യം ഇങ്ങനെ തുറന്നടിക്കുന്നവരൊക്കെ വളരെ കുറവാണ്. ഇപ്പൊ അമ്മച്ചി ഇപ്പൊ ഇതൊക്കെ ഇരുന്ന് സഹിച്ച്, വേറെ ആളാണെങ്കിൽ ഇപ്പൊ തന്നെ ഇവിടുന്ന് തുടങ്ങിയതിനെ അടിക്കും. കുട്ടികൾക്ക് ഇതിനെക്കുറിച്ചുള്ള അറിവ് വളരെ കുട്ടിക്കാലം മുതലേ കിട്ടുന്നുണ്ട്. ഏതാണ്ട് 3rd സ്റ്റാൻഡേർഡ് 4th സ്റ്റാൻഡേർഡ് ആകുമ്പോഴത്തേന് കുട്ടികൾ ലൈംഗികമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് മുഴുവൻ മനസ്സിലാക്കുന്നുണ്ട്. സോ ആൽബർട്ട് ബാന്ദുരയുടെയൊക്കെ തിയറി പറയുന്നത് കുട്ടികളുടെ സ്വഭാവം രൂപപ്പെടുന്നത് ഫോട്ടോസ്റ്റാറ്റ് എടുക്കുന്നത് പോലെയാണ്. അഥവാ ഒരു വിക്കേരിയസ് ലേണിംഗ് എന്നൊക്കെ നമ്മൾ പറയും. അച്ഛൻ്റെ അമ്മയുടെയും അതുപോലത്തെ സമൂഹത്തിലെ മറ്റുള്ള ആൾക്കാരുടെ സ്വഭാവം കണ്ട് അത് മനസ്സിൽ പതുകയും പിന്നെ അത് എടുക്കേണ്ട സമയമാകുമ്പോൾ തനിയെ അത് നമ്മൾ കാഴ്ചവെക്കുകയും ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നല്ലൊരു റോൾ മോഡൽ ആകുക. നിങ്ങളുടെ കുട്ടികൾ എങ്ങനെ പെരുമാറണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു അതുപോലെ നിങ്ങൾ പെരുമാറി കാണിച്ചു കൊടുത്തെങ്കിൽ മാത്രമേ കുട്ടികളുടെ സ്വഭാവം നല്ല രീതിയിൽ വരുള്ളൂ. കൂടുതലും അപ്പനും അമ്മയും കണ്ട് കുട്ടികൾ പഠിക്കും. പിന്നെ അവരുമായിട്ട് കൂടുതൽ നമ്മൾ കുറച്ചു നേരം ചെലവഴിക്കണം. അതിനാണെങ്കിൽ എൻ്റെ മൂത്ത മോനൊക്കെ 9ൽ പഠിക്കുമ്പോൾ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, ഇന്നൊരു കൊച്ചിനെ ഞാൻ വെടി വെച്ച് മമ്മി എന്ന് പറഞ്ഞു. ബസ്സിൽ ഇരിക്കുമായിരുന്നു, ബസ് അവിടെ കൊണ്ടുവന്ന് നിർത്തി, ഞാൻ റോഡിൽ നിൽക്കുമായിരുന്നു. ഉടനെ ടിഷ് പറഞ്ഞ് ഇങ്ങനെ നാക്കി വെടി വെച്ച്. ഞാൻ പറഞ്ഞു, മോനെ ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചു. ഉണ്ട ഇല്ലാത്ത തോക്ക് വെച്ചാ വെടി ഉണ്ട ഇല്ലാത്ത വെടിയായിരുന്നു എന്ന് പറഞ്ഞു. ആ വെടി കൊണ്ടതും ആ കൊച്ചു കഴുത്ത് ഇങ്ങനെ ആക്കി വെടി കൊണ്ട പോലെ. ഞാൻ പറഞ്ഞു, ഉണ്ട ഇല്ലാത്ത വെടി വെച്ചാ വീഴുന്ന കൊച്ചിനെ എന്തിനാടാ നിനക്കെന്ന് ചോദിച്ചു. ഈ ഇടയ്ക്ക് വളരെയധികം ചർച്ച ചെയ്യപ്പെട്ടൊരു കാര്യമാണ് 51 വയസ്സുകാരനായ ഒരാള് 13 വയസ്സുകാരിയായ ഒരു പെൺകുട്ടിയുമായിട്ട് പ്രണയത്തിലാവുന്നു, ഒരു ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യുന്നു, അത് ഭയങ്കരമായിട്ട് ചർച്ചയാവുന്നു. അതൊരു തരം പ്രണയമാണ്. അതിനെ ക്രിട്ടിസൈസ് ചെയ്യാൻ ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു. അതുപോലുള്ളതാണ് ശരിക്കും പ്രണയം. അവർ രണ്ടുപേരും ഒരു രാജ്യക്കാർ പോലും അല്ല, അവർ രണ്ട് രാജ്യക്കാരാണ്. ഒരു സമാന സിറ്റുവേഷനിൽ ഞാൻ ചോദിച്ചപ്പോൾ ആ പെൺകുട്ടിയുടെ അമ്മ ചോദിച്ചപ്പോൾ പറഞ്ഞത് ഈ പ്രായമുള്ള ആൾക്ക് കുറച്ചുകൂടെ പക്വതയുള്ളതുകൊണ്ട് പക്വതയുള്ള ആളെ പ്രണയിച്ചു എന്നാണ്.
അല്ല അങ്ങനെയുള്ളതാണ് പ്രണയം എന്നാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെയുള്ളതാണ് പ്രണയം, യഥാർത്ഥ പ്രണയം. അതാണ് പ്രണയം എന്ന് വെച്ചാൽ വ്യവസ്ഥകളല്ല. അവര് തമ്മിൽ വേറെ കണ്ടിട്ടില്ല, അവര് തമ്മിൽ വേറെ ഫോണിൽ സംസാരിച്ചിട്ട് പോലുമില്ല. രണ്ടും രണ്ട് രാജ്യക്കാരാണ്. അവർ പരസ്പരം അറിയുന്നതാണ്. അവർ പരസ്പരം അറിയുന്നു. അവർക്ക് മ്യൂച്വൽ ഫ്രണ്ട്സ് ഉണ്ട്, കണ്ടിട്ടുള്ള രണ്ടുപേരെയും കണ്ടിട്ടുള്ള മ്യൂച്വൽ ഫ്രണ്ട്സ് ഉണ്ട്. അവർ തമ്മിൽ പരസ്പരം അറിയുന്നു, അവരെന്താണെന്ന് അറിയുന്നു. 13 വയസ്സുകാരനും 51 വയസ്സുകാരും എങ്ങനെയാണ് പരസ്പരം അറിയുന്നു? സോഷ്യൽ മീഡിയയിൽ ഞാൻ ചോദിച്ചോട്ടെ, സോഷ്യൽ മീഡിയയിലും തപാലിലൂടെയും ഒക്കെ പ്രണയിച്ച, ഇപ്പൊ സോഷ്യൽ മീഡിയയിലൂടെ പ്രണയിച്ച ഒരാളുടെ കഥ, ഒരു പെൺകുട്ടി കാസർഗോഡ് നിന്ന് പ്രണയിക്കുകയാണ് എറണാകുളംകാരനായ പയ്യനെ. അവൻ ഷെയർ ചെയ്യുന്ന ഒരുപാട് ഫോട്ടോസ് ഒക്കെ കൊടുക്കുന്നു. ഈ പെൺകുട്ടി ഒരു ദിവസം ഇവൻ പറയുന്നു നീ ഇറങ്ങി വന്നോളാൻ പറയുന്നു. എറണാകുളത്ത് പെൺകുട്ടി വന്നിറങ്ങുവാണ്. പയ്യൻ അവിടെ വരുന്നില്ല. പകരം ഈ ഫോട്ടോയുമായി പോലീസ് സ്റ്റേഷനിൽ പോകുമ്പോൾ അറിയുന്നത് ഈ പയ്യന് ജീവിതത്തിൽ അറിയത്തില്ല. കാരണം ഇങ്ങനെ ഒരു പെൺകുട്ടിയായിട്ട് അവൻ ചാറ്റ് ചെയ്തിട്ട് പോലുമില്ല. അങ്ങനെയുള്ള ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. ആ ഒരു ലോകത്തില് ഇങ്ങനെ നമുക്ക് അറിയാമെന്ന് പറയുന്നത് തെറ്റാണ്. ഞാൻ പ്രണയം എന്ന് പറഞ്ഞപ്പോ അവിടെ അല്ലല്ല ഒരു കാര്യം, ഇത് എക്സെപ്ഷനിലാണ്. ഇത് നിങ്ങൾ പറയുന്നത് എക്സെപ്ഷനിലായ കേസാണ്. ഈ പ്രണയം എന്നുള്ള ഈ ഒരു വാക്കിന്റെ നിർവചനം അത് മാറിപ്പോകുന്നതാണ് അബദ്ധമായിട്ട് വരുന്നത്. അവിടെ എന്താ സംഭവിക്കുന്നത്? ഇവിടെ എല്ലാം ഫ്രീഡം വേണം. നേരത്തെ ഈ കുട്ടി പറഞ്ഞ പോലെ ഫ്രീഡം വേണ്ടെന്ന് ചോദിച്ചു. എല്ലാം ഫ്രീഡം വേണം. പക്ഷേ നമ്മൾ ഇറങ്ങുമ്പോൾ നമ്മൾ ആലോചിക്കണം, ഞാൻ പ്രണയിക്കാൻ പോവുകയാണ്, ഇതിന് ഇന്നതുപോലെയുള്ള സൈഡ് എഫക്ട്സ് ഒക്കെ ഉണ്ട്, അത് ഞാൻ അനുഭവിക്കാനും കൂടെ തയ്യാറാവണം. അല്ലെങ്കിൽ എനിക്കൊരാളുടെ കൂടെ ശരീരം പങ്കുവെക്കണമെങ്കിലും മനസ്സ് പങ്കുവെക്കണമെങ്കിലും എനിക്ക് ചെയ്യാം. അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട്, അതിനെ ആരും നിരോധിക്കുന്നില്ല. പക്ഷേ അത് ചെയ്യുമ്പോൾ നാളെ എന്നെ ഒരാൾ ഉപയോഗിച്ചു എന്ന് പറഞ്ഞ് ഒരു വർത്തമാന പത്രത്തിന്റെ താളിലെ പടമായിട്ട് വരാതിരിക്കാൻ വേണ്ടിയിട്ട് അവർ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അത് വളരെ നന്നായി. അതെന്താ എല്ലാത്തിനും മരുന്ന് കഴിക്കുമ്പോൾ അതിന് സൈഡ് ഇഫക്റ്റ് ഉണ്ടെന്ന് അടിയിൽ ഇങ്ങനെ എഴുതി കാണിക്കുന്ന പോലെയാണ് ഒരു ജീവിതത്തെ നമ്മൾ കാണേണ്ടത്. ജീവിതത്തിലുണ്ടല്ലോ സൈഡ് എഫക്ട്സ്. വിവാഹം കഴിക്കുന്നവരുടെ ജീവിതത്തിൽ എന്തെല്ലാം പ്രശ്നങ്ങൾ എല്ലാത്തിനും സൈഡ് എഫക്ട്സ് ഉണ്ട്. ഞാൻ പറഞ്ഞത് എന്താണെന്നറിയോ? താങ്കൾ പറഞ്ഞ ഒറ്റൊരു വാക്ക്, അതായത് ഇഷ്ടങ്ങൾക്ക് സ്വാതന്ത്ര്യമില്ല, പ്രണയത്തിന് സ്വാതന്ത്ര്യമില്ല. എല്ലാറ്റിനും സ്വാതന്ത്ര്യമുണ്ട്. ഏത് രീതിയിൽ ആർക്ക് ആരെ വേണമെങ്കിലും പ്രണയിക്കാം. ഒരു തെറ്റില്ല, പ്രായഭേദമില്ല, വകഭേദമില്ല, വർഗഭേദമില്ല എന്നുള്ള രീതിയിലേക്ക് തന്നെ വന്നിരിക്കുന്നു. പക്ഷേ അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അത് നമ്മളെ ഒരു ദുരന്തത്തിലേക്ക് കൊണ്ടെത്തിക്കാതിരിക്കാനുള്ള കാഴ്ചപ്പാടുകളും കരുതലുകളും നമ്മൾ കൂടെ കൊണ്ടുവരണം. കാരണം എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ ടൈറ്റാനിക് കപ്പല് യാത്ര പോയപ്പോ അവിടെ ഒരു മഞ്ഞുമല മുമ്പിൽ ഉണ്ടായിരുന്നു വിചാരിച്ചിട്ടാണോ ആരെങ്കിലും പോയത്? അല്ല, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ടൈറ്റാനിക് കപ്പലിന്റെ കഥ പറഞ്ഞത് കൊണ്ട് നമുക്ക് ഇല്ല പ്ലാന്റ് പ്രണയം യഥാർത്ഥത്തിൽ നിയന്ത്രണത്തിൽ നിന്ന് മനസ്സ് വഴുതി. അതല്ല ഞാൻ പറഞ്ഞതിന്റെ ക്ലിയർ ആയിട്ടില്ല. നിങ്ങൾ പറയുന്നത് എന്താ? നിങ്ങളിപ്പോ പറയുന്നു പ്രണയിച്ചു, ഒരു പയ്യൻ ഒരു പെൺകുട്ടിയെ പ്രണയിച്ചു, കുറെ കാലം അവർ രണ്ടുപേരും ഇഷ്ടത്തിലായിരുന്നു. ഈ പ്രണയിക്കുന്ന സമയത്ത് വീട്ടുകാരോട് ചോദിച്ചിട്ടില്ല. പ്രണയിച്ചു കഴിഞ്ഞിട്ട് വിവാഹം എന്നൊരു ഘട്ടത്തിലേക്ക് പോകുമ്പോൾ വീട്ടുകാർ ആവശ്യമില്ലാത്ത വസ്തു അത് കഴിഞ്ഞിട്ട് വീണ്ടും വീട്ടുകാരെ ഇതിൽ വലിച്ചെടുക്കും. ഈ പ്രണയം എന്നത് വീടുകളിൽ അംഗീകരിക്കുമോ, സമൂഹത്തിൽ അംഗീകരിക്കുമോ? അതായത് ഒരു കുട്ടി ഒരു പെൺകുട്ടി അല്ലെങ്കിൽ ആൺകുട്ടി പറയാണ്, അച്ഛ അമ്മേ ഞാനൊരു പെൺകുട്ടിയെ പ്രണയിച്ചു, അവളെ വിവാഹം കഴിക്കാൻ പോകുന്നു, നിങ്ങൾ അതിന് സമ്മതിക്കുമോ എന്നൊരു ചോദ്യം ചോദിക്കുമ്പോൾ എത്ര വീട്ടുകാർ സമ്മതിക്കും? ഈ സമൂഹം ഇതിനെ എങ്ങനെ കാണും? പുളികമ്പിലാണോ പിടിച്ചത്? അതായത് ഈ പ്രണയം ഒരു മിനിറ്റ് ഇപ്പൊ പ്രണയമല്ല, പ്രണയത്തിന് സംസ്കാരം എക്കണോമിക്സ് ആണ് ശരിക്കും പ്രണയം. കൊടുക്കൽ വാങ്ങലാണ്. ഞാൻ എന്റെ മകൾ ഒരു ഇതും കൊണ്ട് വന്നു കഴിഞ്ഞ ഒരു പ്രപ്പോസലുമായിട്ട് വന്ന ഞാൻ അവന്റെ മതം നോക്കത്തില്ല, അവന്റെ ജാതി നോക്കത്തില്ല. ഞാൻ നല്ല മനുഷ്യനാണല്ലോ, പക്ഷെ തൊട്ടോ നീ അവിടെയാണ് പ്രശ്നം. പ്രണയിക്കുന്നവരല്ല അതിന്റെ അകത്ത് ആളുകൾ, പ്രണയിക്കുന്നവരുടെ കൂടെ ഇപ്പൊ ഞാൻ മാതാപിതാക്കൾ ഞാൻ പറയില്ല. പ്രണയിക്കുന്ന ആളുടെ കൂടെയുള്ള മാതാപിതാക്കളുടെ കാര്യം പറഞ്ഞു. നിങ്ങൾ മാതാപിതാക്കളോട് ചോദിച്ചുകൊണ്ടല്ല പ്രണയിക്കുന്നത്. നിങ്ങളുടെ ജീവിതം എന്താണെന്ന് തീരുമാനിക്കാനുള്ള എല്ലാ അവകാശങ്ങളും നിങ്ങൾക്ക് തരികയും നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ചെയ്തു കിട്ടുകയും ചെയ്തിട്ടുണ്ട്. അതിനെക്കുറിച്ചൊക്കെ നിങ്ങൾക്ക് അറിയാം. ലോകത്തെ എല്ലാറ്റിനെ കുറിച്ചും അറിഞ്ഞിട്ട് നമ്മൾ രാമായണം മുഴുവൻ വായിച്ചിട്ട് അമ്മേ ഈ രാമനും സീതയും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് പറഞ്ഞതാന്ന് പറഞ്ഞ അമ്മയുടെ അച്ഛൻ്റെ അടുത്ത് പോകേണ്ട ആവശ്യമില്ല. ഇത് അല്ലല്ല, അത് അവരുടെ വ്യക്തിപരമായ കുഴപ്പമാണ്. ആ ഒരു കുഴപ്പത്തെ എങ്ങനെ മാറ്റിയെടുക്കാം എന്നുള്ള ഒരു കാര്യമാണ് വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ ചോദ്യം. ഞങ്ങളെ ആദ്യമേ ഒരു ബോയ് ഗേള എന്ന പരിഗണന തരാതെ ഒരു മനുഷ്യൻ എന്ന പരിഗണന ആദ്യം തരുവാണെങ്കിൽ വളരെ നന്നായിരിക്കും. കാരണം ഇപ്പൊ ഞങ്ങൾ ബോൾഡായിട്ട് ചിന്തിക്കുന്ന പെൺകുട്ടികളും ഉണ്ട്, ആൺകുട്ടികളും ഉണ്ട്. ഞാനിപ്പോ പഠിക്കുന്നത് വിസാറ്റിലാണ്. അപ്പൊ ഞങ്ങളുടെ അവിടെ ക്ലാസ്സിൽ 56 കുട്ടികളുണ്ട്.
ബോയ്സ് 28 ഗേൾസ് 28. പക്ഷെ അവിടെ ഒരൊറ്റ കുട്ടികളും തമ്മിൽ പ്രണയമില്ല. പക്ഷെ പരസ്പര ഫ്രണ്ട്ഷിപ്പാണ്. എല്ലാവരും തമ്മിൽ എല്ലാത്തിനും സഹോദര മനോഭാവം കൂടി അഡ്ജസ്റ്റ് ചെയ്ത് ഞങ്ങൾ എല്ലാ കാര്യങ്ങളും ഒരുമിച്ച് കൂടെ തന്നെ ചെയ്യുന്നു. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീട്ടിൽ നമുക്ക് അത്യാവശ്യം ഫ്രീഡം തരികയാണെങ്കിലും അത്യാവശ്യം നമുക്ക് തുറന്നു പറയാനുള്ള മനോഭാവം നമുക്ക് വീട്ടിൽ തരുന്നുണ്ടെങ്കിൽ ഒരു പ്രശ്നവും ഞങ്ങളുണ്ടാകുന്നു. ആർക്ക് വേണേലും പ്രണയിക്കാം. പ്രണയത്തിന് അതിരുകളില്ല. ഇപ്പം ഞങ്ങൾ ഫ്രണ്ട്സിൽ തന്നെ ആർക്കെങ്കിലും എന്തേലും പ്രശ്നമുണ്ട്, പ്രണയത്തിൽ നൈരാശ്യം, പ്രണയത്തിലല്ല എന്തേലും വിഷമം വന്നിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ സിനിമ പറഞ്ഞ പോലെ സിനിമ ബോയ് ആണെങ്കിൽ പറയും അവള് വേണ്ട ഇവള് വേണ്ട. അതുപോലെ ഞങ്ങൾ ഗേൾസ് പറയും അവൻ വേണ്ട ഇവള് വേണ്ട അവൻ വേണ്ട. അങ്ങനെ ഞങ്ങൾ പറയും. അപ്പൊ ഞങ്ങള് ഫ്രണ്ട്ഷിപ്പ് എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് ഇതാണ്. അപ്പൊ ഒരു പാർട്ടികളല്ലല്ലോ. അല്ല ഇപ്പം നമുക്ക് ആർക്കെങ്കിലും ഒരു ഇത് വന്നിട്ടുണ്ടെങ്കിൽ പരസ്പരം നമുക്ക് താങ്ങായിട്ട് കൂടെ നിൽക്കാൻ ആൾക്കാരുണ്ടെങ്കിൽ യാതൊരു പ്രശ്നവും വരില്ല. ഇപ്പം നമ്മുടെ സമൂഹത്തിൽ എന്ന് പറയുമ്പോൾ 2 ടൈപ്പ് ആൾക്കാരുണ്ട്. പ്രണയിക്കുന്നവരുണ്ട്, ഈ പ്രണയം നടിക്കുന്നവരുണ്ട്. അപ്പം ഈ പ്രണയം നടിക്കുന്നവരാണ് ഇത്തരം കുഴപ്പങ്ങളെല്ലാം ഉണ്ടാക്കുന്നത്. ഇപ്പം ഈ ആത്മാർത്ഥമായിട്ട് പ്രണയിക്കുന്നവരാണെങ്കിൽ എൻ്റെ പ്രണയം നഷ്ടപ്പെട്ടു പോയി, അപ്പോൾ എൻ്റെ കാമുകി എന്നെ വിട്ടിട്ട് പോയെന്ന് പറഞ്ഞാലും അവൾക്ക് നല്ലൊരു ജീവിതം കിട്ടുവാണെങ്കിൽ അവളെങ്ങനെ പൊക്കോട്ടെ എന്ന് ചിന്തിക്കും. ഞങ്ങളൊക്കെ അങ്ങനെയുള്ളവരൊക്കെയാണ്, അങ്ങനെ തന്നെ ഞങ്ങൾ ചിന്തിക്കും. എനിക്കൊരു പടം തരണം സൂക്ഷിച്ചു വെക്കാൻ. ഒരു മനുഷ്യന്റെ റോൾ മോഡൽ ആദ്യം വീട്ടിൽ നിന്ന് തുടങ്ങി പേരൻസും കൊണ്ട് കഴിഞ്ഞാൽ പിന്നെ ടീച്ചേഴ്സാണ്. ഒരു ടീച്ചർ എന്നുള്ള നിലയിൽ നിങ്ങൾ എങ്ങനെ റോൾ മോഡൽ ആവുന്നത്? ആ കുട്ടികളെ നല്ല കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. ഏതൊക്കെയാണ് ഈ നല്ല കാര്യങ്ങൾ? ഇൻവെർട്ടർ കോമയിൽ നല്ല കാര്യങ്ങൾ അത്യാവശ്യം എങ്ങനെയാണ് മറ്റുള്ളവരോട് ബിഹേവ് ചെയ്യാന്നുള്ളത് പറഞ്ഞു കൊടുക്കുക, സബ്ജക്ട് വൈസ്. പിന്നെ ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കുട്ടികളെ 8 മണിക്കൂറാണ് ഞങ്ങൾക്ക് കോളേജിലെ ടൈം ഉള്ളത്. അതിൽ 1-2 മണിക്കൂർ ഈ കുട്ടികളെ ഒരു ടീച്ചറിന് കിട്ടുന്നുള്ളൂ. ബാക്കിയുള്ള ഓരോ ടീച്ചർമാർക്കും ഓരോ ടൈം ഫിക്സ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ടീച്ചേഴ്സിന്റെ കുട്ടികളെ കൺട്രോൾ ചെയ്യാനുള്ള സമയം വളരെ കുറവാണ്. ബാക്കിയുള്ള ഫുൾ സമയം അവർ പേരൻസിന്റെ അടുത്താണ്. കോളേജിൽ വളരെ കുറച്ച് സമയം നമുക്ക് കുട്ടികളെ കിട്ടുന്നുള്ളൂ. ടീച്ചേഴ്സിന്റെ അടുത്ത് കുട്ടികളെ കിട്ടുന്നത് അവരുടെ നല്ല ഉഷാറുള്ള സമയത്താണ്. 7 മണി തൊട്ട് 4 മണി വരെ ടീച്ചേഴ്സിന്റെ അടുത്താണ്. ആ സമയത്ത് കുട്ടികളെ മോൾഡ് ചെയ്യാൻ കഴിയുന്നില്ല. ഇപ്പൊ എന്റെ മോള് 3ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി നോൺ ലിവിങ് തിങ്സും ലിവിങ് തിങ്സും കുട്ടിയെ പഠിപ്പിക്കുവാണ് EVS. അപ്പൊ മനുഷ്യനുണ്ടാക്കുന്ന എല്ലാം നോൺ ലിവിങ് തിങ്സ്. അപ്പൊ കുട്ടി ചോദിച്ചു അപ്പൊ അങ്ങനെ ഞങ്ങളെയൊക്കെ അച്ഛനും അമ്മയെല്ലാം ഉണ്ടാക്കി ഞങ്ങൾ ലിവിങ് ആണല്ലോ, ഇതൊന്നും മിണ്ടിപ്പോരൊക്കെ വീട്ടിൽ പോയി ചോദിച്ചോളാം. അപ്പൊ അങ്ങനെയുള്ള പൊതുവെ ടീച്ചേഴ്സ് അങ്ങനെയാ. അതായത് ഇപ്പോഴും ഈ ജന്തുശാസ്ത്രത്തിലെ ചില പാഠ്യഭാഗങ്ങൾ പഠിപ്പിക്കാത്ത അധ്യാപികമാര് സ്കൂളിലുണ്ട്. വീട്ടിൽ പോയി വായിച്ചു പഠിച്ചാൽ അല്ലേ? അധ്യാപകർക്ക് കുട്ടികളെ ഉപദേശിക്കാൻ പറ്റുമോ ഇന്നത്തെ കാലത്ത്? ഞാനൊരു ചോദ്യം ചോദിക്കുക, ഒരു കുട്ടിയെ ഒരു അധ്യാപികയ്ക്കോ അധ്യാപകനോ ഇന്ന് വഴക്ക് പറയാൻ പറ്റുമോ? എന്തുകൊണ്ട് പറ്റില്ല? നിങ്ങളെ പറഞ്ഞു കഴിഞ്ഞാല് ഈ കുട്ടി പോയി വല്ല ആത്മഹത്യ വല്ലതും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ജീവിച്ചിരിക്കാൻ പറ്റുമോ? എന്റെ ചോദ്യം അല്ല, ഈ കുട്ടികളെയൊക്കെ നമ്മൾ കുട്ടികൾ സെൻസിറ്റീവ് ആണെങ്കിലും അവരെ നമ്മൾ വഴക്ക് പറയേണ്ട അടുത്ത് വഴക്ക് പറയണം. അത് കഴിഞ്ഞ് നമ്മൾ അതിന്റെ ഇരട്ടി അവരെ സ്നേഹിക്കും. അതുകൊണ്ടാണ് ഈ കുട്ടികളൊക്കെ പിന്നെയും തിരിച്ചു വന്ന് നമ്മളുടെ അടുത്ത് തന്നെ എത്തുന്നതും ഷെയർ ചെയ്യുന്നതും. അവരുടെ ദുഃഖങ്ങൾ അവരുടെ പേരൻസിനോടൊന്നും പറയാത്ത ചിലപ്പോ വലിയ വലിയ കട്ടപാപങ്ങൾ എന്നോട് വന്ന് ഷെയർ ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞു എനിക്ക് കുമ്പസാരൊന്നും നടത്താൻ അറിയില്ല, താങ്ങാൻ പറ്റാതെ വന്നിട്ടുണ്ട്. ഞങ്ങൾക്കത് പാടില്ലല്ലോ. അപ്പൊ ഒരു അച്ഛൻ എന്നോട് പറഞ്ഞേ കുട്ടികളൊക്കെ കുമ്പസാരിച്ചിട്ട് കുറച്ച് നാളായല്ലോ. ഞാൻ പറഞ്ഞു നിങ്ങൾ ഇരിക്കാത്തോണ്ടല്ലേ, കുഴപ്പമില്ല. അല്ല, അച്ഛൻ പറഞ്ഞത് കുഴപ്പമില്ല, അസിസ്റ്റന്റിന്റെ അടുത്ത് ധാരാളം കുമ്പസാരിക്കുന്നില്ലേ, അത് മതിയെന്ന്. ഇഷ്ടംപോലെ കുട്ടികൾ വന്ന കൗൺസിലിംഗ്. അല്ല, ഞാൻ ചെയ്യുന്ന ഈ കട്ടഭാവങ്ങൾ എന്ന് പറഞ്ഞല്ലോ, നല്ല ഒരു അപൂർവ പ്രയോഗമായി ഞാൻ ഇതിനെ കാണുന്നു. ഈ കട്ടഭാവങ്ങൾ വന്ന് സിസ്റ്ററിന്റെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാല് ഈ കട്ടഭാവ പരിഹാരാർത്ഥം എന്താ സിസ്റ്റർ ഓതി കൊടുക്കുന്നത്? ശരിക്കും അവരെ സ്നേഹം കൊണ്ടാണ് കീഴടക്കേണ്ടത്. ഇതുവരെയുള്ളത് എല്ലാം മായ്ച്ചു കളഞ്ഞ് പുതിയ ജീവിതം തുടങ്ങും. ഈ വീണാൽ എണീക്കണം, അത് എണീക്കാൻ പറയാം അവരോട്. ഈ വീണതൊക്കെ ഇനി കഴിഞ്ഞു പോട്ടെ. ഈ ബൈബിളിലെ ചില സ്റ്റേറ്റ്മെന്റ് ഒക്കെ ഉപയോഗിക്കും. കാരണം ദൈവം കടലിലേക്ക് നിന്റെ പഴയ പാപങ്ങളൊക്കെ എറിഞ്ഞു കളഞ്ഞിരിക്കുകയാണ്. ഇനി അത് പറക്കി പറക്കി ഇടയ്ക്കിടയ്ക്കെടുത്ത് മണപ്പിച്ചൊന്നും നോക്കണ്ട. അത് കടലിന്റെ അഗാധതയിലേക്ക് എറിഞ്ഞു കളഞ്ഞു. ഇനി പുതിയതായിട്ട് ജീവിക്കുക. എല്ലാ കുട്ടികളോടും ഞാൻ പറയും, മനസ്സിലാവൂ കുട്ടികൾക്ക് അത് മനസ്സിലാവുന്നു. അതിന് നമ്മൾ കുറേശ്ശെ പിന്നെ അവരെ ഗൈഡ് ചെയ്തുകൊണ്ടിരുന്നാൽ മതി. എത്രയോ പറഞ്ഞു ഏറ്റവും എനർജറ്റിക് ആയിട്ടുള്ള ടൈം സ്കൂളിൽ വരുന്ന സമയത്താണ്. ശരിയാണ്. ഞാൻ പഠിപ്പിക്കുന്നത് ഏകദേശം ഒരു 18 വയസ്സ് കഴിഞ്ഞിട്ടുള്ള കുട്ടികളെയാണ് ഞാൻ പഠിപ്പിക്കുന്നത്. കതിരിൽ കൊണ്ട് വളം വെച്ചിട്ട് ഒരു കാര്യമില്ല. അത് സ്കൂളിലെ ലെവലിൽ തന്നെ പഠിച്ച് ലെവലിൽ 18 വയസ്സിൽ പഠിപ്പിക്കാവുന്ന പറഞ്ഞു കൊടുക്കാവുന്ന കാര്യങ്ങളുണ്ടല്ലോ. ഒരു കാര്യമില്ല. അല്ലല്ല, ഞാൻ ചോദിച്ചത് ഒരു കാര്യം പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല എന്ന് പറയരുത്. ഒരു 25
വയസ്സ് 18 മുതൽ അല്ല അതിന് ആ ഒരു കാഴ്ചപ്പാട് മാറണ്ടേ? ഞാൻ പറയുന്നത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് പഠനം വരുന്നത് നിങ്ങൾക്ക് കാലഘട്ടത്തിൽ പറഞ്ഞു കൊടുക്കാവുന്ന കാര്യങ്ങൾ. ആ പ്രായത്തിൽ പറഞ്ഞു കൊടുത്ത സിസ്റ്റർ പറയേണ്ട വിധത്തിൽ പറഞ്ഞാൽ പ്രീ ഡിഗ്രി തുടങ്ങി MA വരെ പഠിപ്പിച്ചവളാണ്. എത്രയോ കുട്ടികളെ മാറ്റിയെടുക്കാൻ പറ്റി. നമ്മൾ അത് പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് നമ്മൾ അത് അവർ ഫീഡ് ചെയ്യും. ശരിയാണ് മിസ് പറഞ്ഞത്, ശരിയാണ്, കറക്റ്റ് ആണ്. പക്ഷെ പുറത്തേക്ക് ഇറങ്ങി കഴിയുമ്പോൾ വർഷങ്ങൾക്ക് ശേഷം ഇപ്പൊ എന്നോട് വിളിച്ചു പറയുന്നു സിസ്റ്റർ അന്ന് പറഞ്ഞ വിധത്തിൽ കാര്യങ്ങൾ എന്നെ ജീവിക്കാൻ പ്രേരിപ്പിക്കണേ. ടീച്ചേഴ്സ് സബ്ജക്ട് പഠിപ്പിക്കുന്ന ടീച്ചേഴ്സ് 2 മണിക്കൂർ മാത്രമേ കുട്ടികളെ മനസ്സിലുള്ളൂ. അതാണ് പ്രശ്നം. ഒരു കാര്യം വ്യക്തമായിട്ട് ചോദിച്ചോട്ടെ, ഒരു പെൺകുട്ടി ജനിച്ച് ഒരു 20 വയസ്സിൽ കല്യാണം കഴിച്ചു, 60 വയസ്സ് വരെ ജീവിച്ചെന്ന് വിചാരിച്ചോളൂ. 0 മുതൽ 20 വരെ 20 വർഷം വളർത്തിയ പാരൻസ് സമ്മതിച്ചു, 20 വർഷം വളർത്തിയ പാരൻസ്. പക്ഷെ അതിനേക്കാളും കൂടുതൽ 40 വർഷം അവളുടെ കൂടെ കഷ്ടപ്പെട്ട് അവളെ വളർത്തിയെ കൊണ്ടുവന്നതിന്റെ മെച്ചം അനുഭവിച്ച ഒരു ഭർത്താവുണ്ട്. ഈ ഭർത്താവിനെ വിശ്വസിച്ച് അവൾ ആ ഒരാളെ തെരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ പാരൻസ് ഇത്ര അധികം ടെൻഷൻ അടിക്കേണ്ട കാര്യം ഉണ്ടോ എന്നാണ് ചോദിക്കുന്നത്. സമ്മതിച്ചു, ജനിപ്പിച്ച് വിട്ടതാണ്, അവരെ വളർത്തിയതാണ്, ചെറുപ്പത്തിലെ കാര്യങ്ങളെല്ലാം എടുത്താണ്, എല്ലാം സമ്മതിച്ചു. 40 വർഷം 20 വർഷം വളർന്നു, 40 വർഷം ആ പയ്യന്റെ കൂടെയാണ് അവൾ താമസിക്കുന്നത്. അവളെ തെരഞ്ഞെടുത്തത് അവളുടെ ജീവിതമാണ്. ഖുശ്വന്ത് സിംഗിന്റെ ഒരു ബുക്കുണ്ട്, പ്ലീസ് മൊമെന്റ്സ് മൈ ലൈഫ് എന്ന് പറഞ്ഞ് പിയർ പ്രഷറിനെ കുറിച്ചുള്ള ഒരു ബുക്ക്. ആ ബുക്കിനകത്ത് പറയുന്ന ഏകദേശം സെയിം കാര്യങ്ങളാണ്. ഓരോരുത്തർക്കും അവരവരുടെ ജീവിതങ്ങളുണ്ട്. പ്രണയം, വിവാഹം എന്നുള്ളതൊക്കെ അതിൽ എക്സ്ട്രാ മാരിറ്റൽ അഫെയർ പ്രശ്നം അല്ലാതെ നേരത്തെ ഇവിടെ പ്രതിപാദിച്ചു. എനിക്കൊരു യോജിപ്പില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ പ്രണയവും വിവാഹവും 2 പേര് തമ്മിലുള്ള കാര്യമാണ്. ഒരാളുടെ മാത്രം ഇഷ്ടത്തിന് നടക്കാൻ പറ്റില്ല. 2 പേര് തമ്മിലുള്ള കാര്യമാണ്. ഇപ്പൊ ഇവിടെ കോട്ടയത്ത് നടന്ന ഇഷ്യൂവിൽ 2 പേര് തമ്മിലുള്ള കാര്യത്തിൽ ഒരാൾ എന്റെ ഇഷ്ടം നടക്കുന്നില്ല എന്ന് പറഞ്ഞപ്പോഴാണ് അത്രയും വലിയൊരു ഇഷ്യൂ ഉണ്ടായത്. അതല്ല പ്രണയം. ഈ കുട്ടി പറഞ്ഞൊരു അഭിപ്രായം ഉണ്ടല്ലോ, അതായത് പേരൻസ് വേവലാതിപ്പെടേണ്ട കാര്യമില്ല. 20 വയസ്സ് വരെ ജോലിക്കിടയിൽ നിന്ന് തുണിയൊക്കെ വാങ്ങിച്ചു കൊടുത്ത് നന്നായി വളർത്തി ഭക്ഷണമൊക്കെ കൊടുത്ത് കാര്യമൊക്കെ ശരിയാണ്. പക്ഷേ 40-45 കൊല്ലം ഒരു മനുഷ്യൻ്റെ കൂടെ കുരിശായി പോയല്ലേ? അമ്മച്ചിയുടെ ഒരു അഭിപ്രായം എന്തുവാ കാര്യത്തിൽ? രണ്ടും അനുഭവിച്ചല്ലോ. നമ്മുടെ മാതാപിതാക്കളാണെങ്കിൽ അല്ലയോ, അന്നേരം അവർക്ക് ആഗ്രഹങ്ങളൊക്കെ കാണും അവരുടേതായിട്ട്. അതൊക്കെ തട്ടിമാറ്റിക്കൊണ്ടായിരിക്കുമല്ലോ മക്കൾ ഇങ്ങനൊക്കെ വരുന്നത്. അവിടെയാണ് നമ്മുടെ സ്വാർത്ഥത. അവർക്ക് എന്തുവാലും സങ്കടമോ ദുഃഖമോ ഒക്കെ എന്തുവാലും കാണും. 20 വർഷം വളർത്തി എന്ന് പറയുന്നു, അതിനുശേഷം അതുവരെ നമ്മുടെ സ്വന്തം തീരുമാനം എന്ന് പറയുന്നു. ഈ 20 വർഷം വളർത്തുന്നതിൻ്റെതായ കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും ഉണ്ട്. നമ്മളെല്ലാവരും അനുഭവിച്ചു തന്നെയാണ് വളർത്തുന്നത്. അവരുടെ എല്ലാ അവസ്ഥകളും കൂടെ നിന്ന് ഇവരത് കഴിഞ്ഞ് തിരഞ്ഞെടുത്തു എന്ന് പറയുന്ന ആൾക്കാർ ആര് തന്നെയായാലും അവർ കൂടെ നിൽക്കണമെന്ന് അവരാഗ്രഹിക്കുന്നില്ലേ? ഈ അടുത്ത 40 വർഷം അവർ കൂടെ നിൽക്കും. അത് സ്വാർത്ഥതയല്ല. എന്നാൽ ഈ ഒരു കുഞ്ഞിനെ കുറിച്ചുള്ള ഒരു കാഴ്ചപ്പാടുണ്ട്. അത് തിരഞ്ഞെടുക്കും. സാർ മുന്നേ പറഞ്ഞ പോലെ ദമ്പടി ഉള്ളിടത്താണെന്നുണ്ടെങ്കിൽ നമുക്ക് കുഴപ്പമില്ല എന്ന് പറയും. കാര്യം എന്നറിയോ, എൻ്റെ കുഞ്ഞ് സേഫ് ആണല്ലോ അവിടെ, അല്ലെങ്കിൽ എൻ്റെ മോളവിടെ സേഫ് ആണല്ലോ എന്നുള്ള ലോകത്ത് ഒരു മാതാപിതാക്കളും എനിക്ക് തോന്നുന്നില്ല നിഷ്കളങ്ക സ്നേഹവുമായിട്ട് വന്ന് ഒപ്പത്തിനൊപ്പം വിദ്യാഭ്യാസവും അതല്ലെങ്കിൽ കുറച്ച് അവർക്ക് പിടിച്ചു നിൽക്കാൻ ജീവിക്കാനുള്ള ശേഷിയും ഉണ്ടെങ്കിൽ ആ പ്രേമത്തെ പ്രേമിച്ചു എന്ന് പറഞ്ഞ് എതിർക്കുന്ന ഒരു കാലഘട്ടമല്ല ഇത്. എൻ്റെ മക്കളായാലും നാളെ വന്നോട്ടെ, പക്ഷേ ഞാൻ കൺസേൺ ആണ്. കാരണം അവർ പോയി തിരിഞ്ഞ സാറ് പറഞ്ഞ പോലെ ഏത് ഒരു കാബാലികൻ്റെ കൂടെയാണ് അല്ലെങ്കിൽ ഏതൊരു ക്രിമിനലിൻ്റെ കൂടെയാണ് എന്നുള്ളൊരു കൺസേൺ ഉണ്ട്. അതിന് ദിവ്യപ്രേമം അത് ഞാൻ തിരഞ്ഞെടുത്ത വഴിയാണ് എന്ന് പറഞ്ഞ് 20 വർഷം കഷ്ടപ്പെട്ട ഒരു പേരന്റിന് ഒരിക്കലും അത് നോക്കി നിൽക്കാൻ പറ്റില്ല. കുറച്ച് നേരത്തെ ഇതേ ആൾക്കാർ തന്നെയാണ് പറഞ്ഞത് റോൾ മോഡൽസിനെ കുറിച്ചും ഒരാൾ സ്വന്തമായിട്ട് വളർത്തുന്നതിനെ കുറിച്ചും സ്വന്തമായിട്ട് പഠിക്കേണ്ടതാണെന്നുള്ള കുറിച്ചും പഠിപ്പിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല എന്നുള്ള കാര്യത്തെ കുറിച്ചും. ഇത്രയേ ഉള്ളൂ. ഞാൻ ചോദിച്ചോട്ടെ, ഒരു കുട്ടി ജനിച്ചു, ആ കുട്ടി 20 വയസ്സ് വരെ വളർന്നു, അവർക്കൊരു കാഴ്ചപ്പാടുണ്ടായി, അവരത് പ്രകടമാക്കി. അത് അവരുടെ മനസ്സാണ്. കാരണം അവർക്ക് ആ മനസ്സ് പ്രകടമാക്കാനുള്ള അധികാരമുണ്ട്. അത് ആ ഒരു സ്വാഭാവികമായിട്ടുള്ളതാണ്. നിങ്ങൾക്ക് വേറൊരാളെ ഇഷ്ടം തോന്നി, നിങ്ങൾ പറഞ്ഞു എനിക്കത് താല്പര്യമില്ല, വീട്ടുകാർ സമ്മതിച്ചില്ല, നിങ്ങൾ ഇറങ്ങിയ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കുന്നു, നിങ്ങൾക്ക് ആ വഴി ജീവിക്കാനുള്ള കാഴ്ചപ്പാടെടുത്തു. അപ്പോൾ നിങ്ങൾക്കറിയാം ഞാനിതാ വീട്ടുകാരെല്ലാം ഉപേക്ഷിച്ചിട്ട് വേറൊരു ആളുടെ കൂടെ പോവാണ്, അതിനുശേഷമുള്ള എൻ്റെ ലൈഫ് അങ്ങനെ ഞാൻ ഡിസൈഡ് ചെയ്ത് പോവുകയാണെന്ന് പറഞ്ഞാൽ പിന്നീട് തിരിച്ച് അങ്ങോട്ട് പോകരുത്. കേരളത്തിൽ ഞാൻ പറഞ്ഞു അങ്ങോട്ട് പോയ ആളുകളാണ് ഇതിന് പ്രശ്നമായിട്ട്. അങ്ങോട്ട് പോയ ആളുകൾ ഞാൻ ആയിരക്കണക്കിന് ഉദാഹരണങ്ങൾ തരാം. വിജയപരാജയങ്ങൾ നമ്മൾ നിർണ്ണയിക്കുന്നതല്ല, കണക്കൂട്ടുന്നതല്ല. അത് ഏത് തരത്തിലും മാറാൻ പറ്റും. 2 കുട്ടികൾ, 2 ജീവാത്മാക്കൾക്ക് അല്ലെങ്കിൽ ലൈംഗിക അഭിനിവേശം തോന്നിയപ്പം ജനിച്ചതാണ് ഒരു കുട്ടി. അത് പിറന്നു വീണപ്പോഴാണ് നമ്മൾ അവകാശം തുടങ്ങിയത്. അല്ല, ലൈംഗിക അഭിനിവേശം തോന്നിയപ്പോഴാണ് എന്ന് പറയാനൊക്കത്തില്ല. ഒരു പിതാവിന്റെ മനസ്സിൽ ജനിച്ച കുട്ടിയുമുണ്ട്. കാരണം അത് ചിലപ്പോൾ അബദ്ധം പറ്റുന്നതായിരിക്കും. അത് അവരുടെ ജീവിതം മുഴുവൻ അബദ്ധമായിരിക്കും. പക്ഷെ അതല്ല, അങ്ങനെ പറയരുത്. കാരണം എല്ലാ കുട്ടികളും ജനിക്കുന്നത് ഒരു ആവേശത്തിൽ ഉണ്ടാകുന്നതാണെന്ന് പറയരുത് സാറേ. കാരണം എന്തറിയോ, അത് ഒരു പക്ഷേ വളർന്ന സാഹചര്യത്തിലേക്കും താല്പര്യത്തോടുകൂടി എനിക്കൊരു കുട്ടി, അതുകൊണ്ടാണല്ലോ ഇപ്പൊ ഇൻഫെർട്ടിലിറ്റി ക്ലിനിക്കിൽ ആൾക്കാർ ഓടിപ്പോകുന്നത്. കാരണം അവർക്ക് നേരെ വേണ്ടാതെ വരുമ്പോൾ അവരതിന്റെ പുറകെ ട്രീറ്റ്മെന്റിന് വേണ്ടി പോവുകയാണ്. കാരണം ഒരു കുട്ടി വേണം, എനിക്കിന്ന് എന്റെ ജീവിതത്തിൽ എന്റെ കൂടെ ഒരു കുട്ടി വേണമെന്ന് അബദ്ധം പറ്റുന്ന ഒത്തിരി പേരുണ്ട്. അത് കുഞ്ഞുങ്ങൾ മൊത്തം അബദ്ധമായിരിക്കും.
പ്രപഞ്ചത്തിന്റെ സ്വത്താണ് ഒരു കുട്ടി ജനിച്ചാൽ. അത് നിങ്ങളെ ദമ്പതിമാരുടെ സ്വത്തല്ല, ഈ ലോകത്തിന്റെ സ്വത്താണ്. ഒരു സ്വതന്ത്രനായ വ്യക്തിയാണ്. അവർക്ക് എന്ത് തീരുമാനങ്ങൾ എടുക്കാൻ അതുകൊണ്ട് തിരുത്തേണ്ട സമയത്ത് നമ്മൾ തിരുത്തണം. ഒരു കുട്ടിയുടെ വിവാഹത്തിൽ പൂർണ്ണമായിട്ട് എടുക്കാനുള്ള അവകാശം ആ കുട്ടിക്കാണ്. അല്ലെങ്കിൽ ആ കുട്ടി ജീവിതകാലം തീർത്ത് അനുഭവിക്കുന്ന മാനസിക പീഡനത്തിന് ഈ അച്ഛനും അമ്മയും സമാധാനം പറയുമോ? ശ്രീധരൻ സാർ മുന്നേ പറഞ്ഞാൽ ഇപ്പൊ ഇന്ന് പുതിയതായിട്ട് വരുന്ന ഏതെങ്കിലും ഒരു ക്രിമിനലിനോട് ഒരു ആരാധന തോന്നി, സാറിന്റെ മോൾക്ക് അങ്ങനെ വരാതിരിക്കട്ടെ, മോളുണ്ടോ എന്ന് എനിക്കറിയില്ല, ഉണ്ട്, അവർ ആരാധന തോന്നി, അങ്ങനെ അത് ഇറങ്ങിപ്പോയി അതിനോട് അങ്ങ് പോകുന്നിരിക്കുക. സാറിന് അറിയാതെ ക്രിമിനലാണെന്നും ഇത് മുന്നോട്ട് പോയാൽ ശരിയാകത്തില്ല എന്നുള്ളൂ. സാറെന്ന് പറയുന്നത് അത് സാരമില്ല, എൻ്റെ കുട്ടിയല്ലേ, അത് പൊക്കോട്ടെ എന്ന് വിചാരിക്കാനിരിക്കെങ്കിൽ ഒരു നല്ല പേരന്റിന് പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ അത് ചെയ്തില്ലെങ്കിൽ അവൻ പോവും. സാറേ പോകാനുള്ള, അതാണ് ഈ സാറ് പറഞ്ഞത്, ഇന്നിപ്പോ കേരളത്തിൽ നടന്ന എല്ലാ വിവാഹങ്ങളും വളരെ പ്യുവർ ആയിട്ട് മൈൻഡുള്ളവരും നല്ല ഒരു ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്തവരാണോ കല്യാണം കഴിച്ചത് തീർത്തും? അല്ല സാറേ, അതല്ല ഞാൻ പറഞ്ഞത്. ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നാൽ സാർ എതിർക്കുമോ? അവര് എതിർക്കുന്നില്ല, എനിക്ക് വിയോജിപ്പുകൾ ഉണ്ടാവും. പക്ഷേ അത്രേ ഉള്ളൂ. ആ വിയോജിപ്പ് ഒരു പേരന്റിന്റെ അവകാശമാണ്. പോകുമ്പോൾ സാറ് പറയുന്ന പോലെ അവരെ കുറിച്ച് ഓർത്ത് കരയുന്ന ഒരു മനസ്സല്ലേ സാറിന് ഉള്ളതെന്ന് ഞാൻ ചോദിക്കുന്നത്. കാരണം അല്ലെങ്കിൽ സാർ അവരെ സ്നേഹിച്ചിട്ടില്ല. ഇത് നിഷേധിച്ചാൽ ഈ കുട്ടിക്ക് വരുന്ന ദുരന്തത്തിന് അത് ആലോചിച്ചാൽ അതിലും വലിയ ദുരന്തം ഞാൻ അനുഭവിക്കേണ്ടി വരും ജീവിതത്തിൽ. ഓക്കെ, ഇതിന് മുന്നേ ഇതിന് ശേഷം ഈ കമ്മ്യൂണിലൂടെ പോയി അവൾ ഭൂമിനിടി മേടിക്കുമ്പോൾ സാർ അത് കണ്ടിട്ട് സാരമില്ല അവളുടെ തെരഞ്ഞെടുത്താലെന്ന് പറയാൻ പറ്റുമോ? ഒരു ക്രിമിനലിനെ പ്രേമിക്കുന്നത് നമ്മൾ ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ 3 മാസത്തെ വേദനയേ ഉള്ളൂ. അവന്റെ കൂടെ പോയാൽ അടുത്ത 60 വർഷം നമ്മൾ വേദനിക്കേണ്ടി വരും. ക്രിമിനലിനെ ഒഴിവാക്കി വേറൊരു നല്ലൊരു ഒരു സിനിമ, മോഹൻലാലിനെ പോലെ ഒരാളെ കൊണ്ട് വിവാഹം നിങ്ങൾ കഴിപ്പിച്ചു. അവിടെ നിങ്ങളുടെ മകൾക്ക് പൂർണ്ണമായിട്ടുള്ള എല്ലാ തരത്തിലുമുള്ള സുഖങ്ങൾ അവൾ അനുഭവിക്കുന്നുണ്ടോ എന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടോ? ഒരു പേരന്റ് ഒരു മാരേജ് നടത്തുന്നത് എങ്ങനെയാണ്? അവന്റെ സാഹചര്യങ്ങൾ അന്വേഷിക്കും, വീടിനടുത്ത് പോയി അന്വേഷിക്കും, അവന്റെ വർക്ക് ഏരിയയിൽ അന്വേഷിക്കും. അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. 80% കല്യാണങ്ങൾ നടക്കുന്നത് അറേഞ്ച് മാരേജ് ആണ്. ഒരു 20% മാത്രമേ ലവ് മാരേജ് വരുന്നുള്ളൂ. പക്ഷേ ഡിവോഴ്സ് റേറ്റിൽ 50% ലവ് മാരേജിൽ നിന്നാണ്. അതായത് 50% ലവ് മാരേജിൽ നിന്നുള്ളവർ ഇത് ചെയ്യുമ്പോൾ less than 10% കുട്ടികളെ അറേഞ്ച് മാരേജ് ചെയ്ത് ഡിവോഴ്സ് ആവുന്നു. എന്തുകൊണ്ടാണ്? കഴിവുള്ളത് കൊണ്ടാണ്. ഞാൻ ഉറപ്പായിട്ടും പേരൻസിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ്. കാരണം വേറൊന്നുമല്ല, എനിക്ക് എൻ്റെ ലൈഫിൽ പറ്റിയിട്ടുണ്ട് അബദ്ധം. ഞാൻ തെരഞ്ഞെടുത്തത് തെറ്റാണെന്ന് എൻ്റെ വീട്ടുകാർ പറഞ്ഞപ്പോൾ അത് അംഗീകരിക്കാതെ ഞാൻ പോയി. വേറൊരു രീതിയിലല്ല, ഏകദേശം 2 വർഷത്തോളം ആ പ്രണയം ഞാൻ മുന്നോട്ട് കൊണ്ടുപോയി. പക്ഷേ അതിനുശേഷം അയാൾ എന്നെ ചതിച്ചിട്ട് പോയപ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്യാൻ എൻ്റെ വീട്ടുകാരേ ഉള്ളായിരുന്നു. ആ വീണെടുത്തോന്ന് എഴുന്നേൽപ്പിക്കാൻ എൻ്റെ വീട്ടുകാരേ ഉള്ളായിരുന്നു. അന്ന് എൻ്റെ വീട്ടുകാർ എൻ്റെ അടുത്ത് പറഞ്ഞത്, സംഭവിച്ചതോർത്ത് നീ വിഷമിക്കരുത്, ലൈഫിൽ ഒരു പ്രായത്തിൽ പക്വതയില്ലാതെ വരുമ്പോൾ അങ്ങനെ ഉണ്ടാവും. ഇനി നിന്റെ മുന്നിൽ വലിയൊരു ലക്ഷ്യമുണ്ട്, നീ അത് നേടുക, അതിനുശേഷം നീ ഒരാളെ കണ്ടുപിടിക്കുക, അപ്പം നിനക്ക് കുറെ കൂടി പക്വതയുണ്ട്, പറ്റിയ ഒരാളെ കിട്ടും. അത് നല്ലതെന്ന് തോന്നിയാൽ ഞങ്ങൾ സമ്മതിക്കാം, ഞങ്ങൾ നടത്തി തരാം. അതെൻ്റെ വീട്ടുകാർ പറഞ്ഞു. പക്ഷേ പേരൻസിനെ കുറ്റം പറയാൻ പറ്റില്ല, അവർക്ക് ടെൻഷൻ ഉണ്ടാവും. കാരണം പേരൻസ് ആയതുകൊണ്ടാണ് ഞാൻ വീണ് കിടന്ന അവസ്ഥയിൽ നിന്ന് ഇത്രയും ഒരു എഞ്ചിനീയറിംഗ് കോളേജിൽ എന്നെ കൊണ്ടുപോകാൻ വിടാൻ പറ്റിയെങ്കിൽ അത് ഉറപ്പായിട്ട് എൻ്റെ പേരൻസിന് അത്രയേറെ കരുതലും ടെൻഷനും എന്നെ പറ്റി ഉള്ളതുകൊണ്ട് തന്നെയാണ്. ആദ്യം പറയണ്ടായി 20 കൊല്ലത്തിന് ശേഷം മാതാപിതാക്കള് തീരുമാനങ്ങൾ എടുക്കണ്ട, അതായത് കുട്ടികൾക്ക് തന്നെത്താനെ തീരുമാനങ്ങൾ എടുക്കാനുള്ള സ്വാതന്ത്ര്യം കൊടുക്കണമെന്ന്. അങ്ങനെയുള്ള ആ ഒരു കാഴ്ചപ്പാടുകൾ കൊണ്ടാണ് ഇന്ന് കൂടുതൽ വൃദ്ധസദനങ്ങളൊക്കെ കൂടാനുള്ള കാരണങ്ങൾ. കാരണം പിള്ളേർക്ക് 20 വയസ്സ്, അങ്ങനെയാണെങ്കിൽ 20 കൊല്ലത്തിന് ശേഷം മാതാപിതാക്കളുടെ ഒരാവശ്യമോ അവരുടെ പണമോ ആവശ്യമില്ല എന്നൊരു കാര്യം പറയും. അപ്പോൾ അങ്ങനെ ഈ ഉള്ള ഒരു ചിന്താഗതി ആണ് ആദ്യം മാറ്റേണ്ടത്. കാരണം 20 കൊല്ലം കഴിഞ്ഞാലും 50 കൊല്ലം കഴിഞ്ഞാലും നമ്മളെ ഒക്കെ ജനിപ്പിച്ച തന്തയും തള്ളയും എന്നും തന്തയും തള്ളയും തന്നെയാണ്. അപ്പൊ അതിനൊരു മാറ്റം ഉണ്ടാവാൻ പോണില്ല. അപ്പൊ അതുകൊണ്ട് അങ്ങനെയുള്ള കാഴ്ചപ്പാട് മാറ്റുക എന്നുള്ളതാണ്. വൃദ്ധസദനത്തിന്റെ കാര്യം ഒരിക്കലും ഞാൻ മെൻഷൻ ചെയ്തിട്ടില്ല. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഈ പേരന്റ്സിനെ കളയുന്നു എന്നുള്ളതല്ല. ഈ കുട്ടിയോട് എത്ര വയസ്സായിരുന്നു അന്ന് പ്രണയിച്ച സമയത്ത്? 16. ഞാൻ പറഞ്ഞ കുട്ടിക്ക് 20 വയസ്സുണ്ട്. നമ്മുടെ ഒരു കോമൺ നോഷൻ വെച്ചിട്ട് അത്യാവശ്യം പക്വതയുള്ള ഒരു കുട്ടി. പിന്നെ ഞാൻ തീർച്ചയായും എടുത്തു പറഞ്ഞ രണ്ടാമത്തെ അസംഷൻ്റെ ആണ്, നല്ല രീതിയിൽ പാരന്റിങ് നടത്തി കുട്ടിയെ നല്ല രീതിയിൽ വളർത്തിക്കൊണ്ട് വന്നിട്ടുണ്ടെങ്കിൽ ആ കുട്ടി എടുക്കുന്ന തീരുമാനത്തിന് അതിന്റെ പക്വത ഉണ്ടായിരിക്കും. അതിന്റെ നോഷനാണ് ഞാൻ പറഞ്ഞത്. നല്ല രീതിയിൽ പാരന്റിങ് നടത്തിയിട്ടില്ലെങ്കിൽ അതിപ്പോ എത്ര വർഷം നമ്മൾ നോക്കിയാലും വൃദ്ധസദനത്തിൽ കൊണ്ടിടുക തന്നെ. അങ്ങനെ ഉറപ്പിക്കാനൊന്നും പറ്റില്ല. കാരണം വേറെ ചില ഘടകങ്ങളുണ്ട്. ഒന്ന് വ്യക്തിത്വം. ഈ ഇത്രയും നാൾ നല്ല രീതി വളർത്തി എന്ന് പറയും നേരെ നല്ലൊരു വ്യക്തിത്വം ഉണ്ടാകണമെന്നില്ല. അതിന് വേറെ ഒരുപാട് ഘടകങ്ങളുണ്ട്. അപ്പോൾ
ഒരുപാട് കാര്യങ്ങൾ നമ്മൾ നോക്കേണ്ടത് സാമൂഹികവും സാമ്പത്തികവും വൈകാരികവും കൾച്ചറലും സ്വഭാവപരവും വ്യക്തിത്വപരമായിട്ടുള്ളൊക്കെ ഒരുപാട് കാര്യങ്ങൾ നോക്കിയെങ്കിൽ മാത്രമേ ഒരു മനുഷ്യനെ അസസ് ചെയ്യാനൊക്കെ പറ്റുള്ളൂ. അപ്പോൾ ഏതെങ്കിലും ഒന്ന് രണ്ട് കാര്യങ്ങൾ എടുത്തിട്ട് അവൻ നല്ലവനാണ്, ഞാൻ അവൻ്റെ കൂടെ പോകുന്നു എന്ന് പറഞ്ഞ് പോയത് കൊണ്ട് അത് ആ ഒരു തീരുമാനം ശരിയാകണമെന്നൊന്നുമില്ല. ഇതെല്ലാം കേട്ടപ്പം കെട്ടേണ്ടിയിരുന്നില്ല എന്ന് തോന്നുന്നു. എൻ്റെ അനുഭവത്തിൽ പോയി പ്രണയത്തിന് ഒരു രീതിയുണ്ട്, അതൊക്കെ മാറിപ്പോയതാണ് കുഴപ്പത്തിനെല്ലാം കാരണം. മനസ്സിലായില്ലേ? യഥാർത്ഥത്തില് ഈ ഒരു ഇഷ്ടപ്പെട്ട കുട്ടി ഒന്ന് കാണുക, സന്തോഷം. ഒന്ന് കത്ത് വരുമ്പോ വിരൽ തമ്മിൽ മുട്ടുക, സന്തോഷം. മനസ്സിലായില്ലേ? അത് നടന്ന വഴിയെ പോവുക, ഞാൻ ഇതിന് പോകുന്ന സന്തോഷം. ഇതൊക്കെ അനുഭവങ്ങൾ. എന്നിട്ട് ഇതിനെ ഒരു പൂ കൈ കൊണ്ട് വായിക്കുക, സന്തോഷം. അതൊക്കെയാണ് ഇപ്പൊ. അതൊക്കെ മാറിപ്പോയി, മറ്റെന്തൊക്കെയോ ആണ്. ഡാഡി മമ്മി വീട്ടിൽ വിഷയം അതാണ്, അത് വേറൊന്നുമല്ല. അതുകൊണ്ട് ഈ പ്രണയത്തെ ഒന്നും മോശമാക്കാതിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഈ ഷോ സംപ്രേഷണം ചെയ്യുന്നതോടെ കേരളത്തിലെ ഏറ്റവും ഉയർത്തിക്കെട്ടിയ ഏറ്റവും നല്ല പ്രണയങ്ങളൊന്നായി മാറും. അങ്ങയുടെ ശ്രേയാ ഘോഷാൽ ഇഷ്ടപ്പെടുത്തുള്ളൂ പാഠം കേട്ടു. ഇന്നത്തെ കാലത്ത് നമ്മൾ എടുക്കുന്ന സുഹൃത്ത്, നല്ല പേരന്റിങ് കൊടുത്ത് വളർത്തുന്ന ഒരു കുട്ടിക്ക് പോലും നമ്മളൊരു സുഹൃത്ത് ബന്ധം മൂലം ആ കുട്ടി വഷളാവാനുള്ള ചാൻസസ് ഒരുപാടെന്ന് വെച്ചാൽ പറയാനേ പറ്റില്ല എത്രത്തോളം. നമ്മളിപ്പം ഇത്ര വർഷം വരെ പേരൻറ്റിന് എൻ്റെ മോനെ കൂട്ടിൽ പിടിച്ച് വളർത്തി വെക്കാൻ പറ്റും. അതിനപ്പുറത്തേക്ക് ഒരു സ്കൂളിങ്ങാണ്. നമ്മൾ സ്കൂളിങ്ങിൽ ചെല്ലുമ്പം ഏതൊക്കെ പേരൻറ്റ് നല്ല പേരൻറ്റിങ് കൊടുക്കാത്ത ഒരുപാട് പേരൻസിൻ്റെ കുട്ടികൾ വരും. നമുക്ക് ഫ്രണ്ട്സ് ആവുന്ന നോക്കി ബയോഡേറ്റ നോക്കി കുട്ടിയെ ഫ്രണ്ട്സ് ആക്കാൻ പറ്റില്ല. നമ്മുടെ ഫ്രണ്ട്സ് എങ്ങനെയാണോ നമ്മുടെ സ്വഭാവം അങ്ങനെ ആയിപ്പോവും. അപ്പോൾ നമുക്ക് പറയാൻ പറ്റില്ല. നമ്മൾ 20 വർഷം വരെ പേരൻസിൻ്റെ റോളുള്ളൂ. കാരണം പേരൻസിന് അനുഭവ സമ്പത്തുണ്ട്. അവർ പറയുന്നത് നമ്മൾ കേട്ടേ പറ്റൂ. അവരുടെ ജീവിതത്തിൽ നിന്നുള്ള മൂല്യങ്ങളാണ് നമ്മളോട് പറയുന്നത്. എൻ്റെ കൂട്ടുകാരുടെ തന്നെ എക്സാമ്പിൾ എടുക്കുക. അവളോട് അങ്ങനെ അവളുടെ അച്ഛനും അമ്മയും പറഞ്ഞ് പിടിച്ചുയർത്തി ഇല്ലായിരുന്നെങ്കിൽ ഇന്ന് ഇവളെ എവിടെ കാണുമായിരുന്നു? ഒരു പക്ഷേ മെൻ്റൽ ഹോസ്പിറ്റലിൽ കാണുമായിരുന്നു. ഞാൻ എല്ലാ ടോക്കുകൾക്കൊക്കെ പോകുമ്പോൾ പറയുന്നതാണ്, പേരൻസ് കുട്ടികൾക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കണം, നല്ല വാല്യൂസ് കൊടുക്കണം, നല്ല കൾച്ചർ കൊടുക്കണം. അങ്ങനെ വളർത്തി കൊണ്ടുവന്ന് കഴിഞ്ഞിട്ട് ആരുടെ കൂടെയാണ് അവർ ജീവിക്കേണ്ടത്, ആ ഇണയെ അവർ തിരഞ്ഞെടുക്കട്ടെ. അവർക്ക് ഹെൽപ്പ് ചോദിക്കാം. അങ്ങനെയുള്ള കല്യാണങ്ങൾ അറേഞ്ച്ഡ് മാരേജിനേക്കാൾ നിലനിൽക്കും. എന്ത് പറയുന്നത്, ഞാൻ അതിൻ്റെ ഡ്യൂറേഷൻ അല്ല പറയുന്നത്, അവർക്ക് റെസ്പോൺസിബിലിറ്റി ഉണ്ട്. അവർ 2 കൊല്ലം കഴിഞ്ഞ് പിരിയുകയാണെങ്കിലും അവർ വന്ന് പേരൻസിനോട് നിങ്ങൾ തന്ന ആളല്ലേ, എനിക്ക് സഹിക്കാൻ പറ്റില്ല എന്ന് പറയില്ല. ദേ വിൽ ടേക്ക് അപ്പ് ദ റെസ്പോൺസിബിലിറ്റി. പേരൻസ് പിന്നെയും അവർക്ക് അവസരം കൊടുക്കാം. അവർ വേണമെങ്കിൽ 2ാമത് കല്യാണം കഴിച്ചിട്ട് പോകും. ഇപ്പോഴില്ലേ 2ാമത്തെ കല്യാണമല്ലേ, അറേഞ്ച്ഡ് മാരേജസിനില്ലേ ഇഷ്ടംപോലെ ഡിവോഴ്സസ് ഉണ്ട്. അത് അറേഞ്ച്ഡ് മാരേജസിലാണ് അധികം നടക്കുന്നത്. അത് എണ്ണം കുറയും. കാരണം ഇവർക്ക് റെസ്പോൺസിബിലിറ്റി, മറ്റത് അവർക്ക് റെസ്പോൺസിബിലിറ്റി ഇല്ല. അവരെല്ലാം വന്ന് പേരൻസിന് തൂങ്ങുകയാണ്. പേരൻസിനോട് പറയും, നിങ്ങൾ ഏറ്റെടുത്ത്, നിങ്ങൾ തന്നതല്ലേ. എനിക്ക് എത്ര കേസസ് അറിയാമെന്നറിയോ കൗൺസിലിംഗ് നടത്തുമ്പോൾ. ഞങ്ങളെ സംബന്ധിച്ച കാര്യങ്ങൾ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടാകുമ്പോൾ ഞങ്ങളത് അവസാനിപ്പിക്കാറുണ്ട്, പുറത്തു പോകാറില്ല. നിങ്ങൾക്ക് പോകാൻ സ്ഥലമില്ലല്ലോ. ധാരാളമുണ്ട്. അല്ലല്ല, അതല്ലേ സ്ഥലമില്ലെന്ന് ഞാൻ പറഞ്ഞേ. വീട്ടോട്ട് ചെന്ന് കയറാൻ പറ്റത്തില്ലല്ലോ. തിരിച്ച് ഇപ്പൊ ഉദാഹരണത്തിന് ഇദ്ദേഹത്തിന് കലി വന്നിട്ട് കാലങ്ങോട്ട് പൊക്കും, കാലങ്ങ് താഴ്ത്ത് പോകാനൊരു വഴിയില്ല എന്ന് പറയുമ്പോൾ മനസ്സിലാവും. ഒരു ഉദാഹരണം പറയാം അല്ലേ? ഒരു ഉദാഹരണം പറയാം. ഇത് പറയുന്നത് ശരിയാണോ സഭ്യമാണോ അറിയില്ല, പറഞ്ഞോളൂ. ഒരു ദിവസം ഇദ്ദേഹം പാല് കാച്ചിക്കൊണ്ട് നിൽക്കുകയായിരുന്നു. അത് ഞാനെന്തോ പറഞ്ഞു ശോഭിച്ച് തട്ടിക്കളഞ്ഞു. അത് തട്ടിക്കളഞ്ഞു. ഞാനൊരു അടി കൊടുത്തു. ഞാൻ തന്നെ തട്ടിക്കളഞ്ഞു. പറഞ്ഞപ്പോ എനിക്ക് ഇഷ്ടപ്പെടാത്തതായപ്പോ ഞാൻ അടി കൊടുത്തു. അപ്പോൾ കുറെ കരഞ്ഞു. ഞാൻ പ്രതികരിച്ചില്ല, ഒരു മിനിറ്റ് പ്രതികരിച്ചില്ല. എന്നാൽ മറ്റൊരവസരത്തിൽ പറഞ്ഞു അടി എനിക്ക് ആവശ്യമായിരുന്നു എന്ന് പറഞ്ഞ ആളാണ്. ആ രാത്രി അന്ന് തന്നെ ചെന്ന് വലിയ സന്തോഷത്തോടെ പറഞ്ഞു, ആ ഒരു അടി കിട്ടിയത് എനിക്ക് നല്ല സന്തോഷമായെന്ന് പറഞ്ഞു. അമ്മച്ചി ഒരു സംഭവം അന്നേരം എനിക്ക് തന്നില്ലായിരുന്നെങ്കിൽ ഞാൻ അവർക്ക് പോയി ഇതേതാണ്ട് സാധാരണ. പക്ഷേ സത്യം പറഞ്ഞാണ്, സിനിമാ സ്ക്രിപ്റ്റ് മാത്രമേ കണ്ടിട്ടുള്ളൂ. ഒറ്റ അടി കൊടുക്കുമ്പോഴേ നിന്ന് കറങ്ങി ഈച്ച പറന്ന് കഴിയുമ്പോഴേ ഈ അടി ഞാൻ എന്ന് പറയും. അതാണ് ഞാൻ ആ ഒരടിയെ കൊണ്ടോള്. പിന്നെ ഇതുവരെ ഇത്രയും നിങ്ങളുടെ ദാമ്പത്യത്തിന്റെ വിജയ രഹസ്യം എനിക്കിപ്പോ മനസ്സിലായി. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഇതൊരു ബാധ്യതയാണ്, ഉത്തരവാദിത്വമാണെന്ന് പറഞ്ഞു. പ്രണയം ഒരു ബാധ്യത, ഉത്തരവാദിത്വം. അമ്മച്ചി സൂപ്പറായി. അല്ലാതെ കണ്ടോണ്ടൊക്കെ ഇരുന്ന് എന്നെ കണ്ടോണ്ട് അയ്യോ പാല് കട്ടിക്കളഞ്ഞ പോട്ട് മോളെ എന്ന് പറഞ്ഞ അത്ര കൊള്ളത്തില്ല. എനിക്ക് എന്നേരം ഒരു അടി വന്നത് കൊണ്ട് ഇപ്പൊ ഈ 60 വർഷം വരെ ഞാൻ കൂടിയിരിക്കുന്നു. അമ്മച്ചി ഈ അനുഭവം മക്കളോട് പറഞ്ഞു കൊടുത്തിട്ടുണ്ടല്ലോ. കാര്യം ഈ സന്ദേശം തലമുറ കൈമാറണം. പ്രണയം എന്ന് പറഞ്ഞാൽ പരസ്പരമുള്ള സ്നേഹമാണല്ലോ. അപ്പോൾ മാതാപിതാക്കൾ നമുക്ക് കണ്ടുപിടിച്ച് തരുന്ന കുട്ടികളെ
നമ്മൾ അവരെ സ്നേഹിച്ചുകൊണ്ട് സന്തോഷമായ ഒരു ജീവിതം നയിച്ചുകൊണ്ട് പോകണമല്ലേ നല്ലത്. കാരണം നമ്മളെക്കാൾ ഒത്തിരി ജീവിത പരിചയവും ഒത്തിരി ഉള്ളതാണ് അവർ. അപ്പോൾ അവർ കണ്ടുപിടിച്ച് തരുന്ന കുട്ടികളെ നമ്മൾ പരസ്പരം സ്നേഹിച്ച് മുന്നോട്ടൊരു നല്ല ജീവിതം നയിക്കുന്നതിലാണ് എനിക്ക് താല്പര്യം. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ അഭിമുഖീകരിച്ച ഒരു അധ്യാപകനാണ്. അപ്പോൾ എൻ്റെ കുട്ടികളോട് ഇരിക്കുന്നതുകൊണ്ട് എനിക്കത് പറയാൻ മടിയുണ്ട്. കാരണം ഞാൻ 2012 എൻ്റെ ആദ്യ വിവാഹം. ചില പ്രത്യേക സാഹചര്യം കൊണ്ട് ഞാൻ ഡൈവേഴ്സായി. 2016 ഞാൻ വീണ്ടും വിവാഹം കഴിച്ചു. അതും ഏകദേശം ഒരു ഡിവോഴ്സിൻ്റെ വക്കിലാണ്. അല്ല, ഞാൻ പറഞ്ഞു വന്നത് ഇവിടെ ഉണ്ടാകുന്ന എല്ലാ കാര്യങ്ങൾക്കും പ്രശ്നങ്ങൾക്കും കാരണം നമ്മുടെ അണ്ടർസ്റ്റാൻഡിങ് ഇല്ലായ്മയാണെന്നോ അല്ലെ പല പല കാരണങ്ങളോ അങ്ങനെയൊക്കെ പറഞ്ഞ് നിരത്താം. ചിലർ പറയും അഡ്ജസ്റ്റ് ചെയ്യത്തില്ലേ, പക്ഷേ ഒരിക്കലും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്ത ചില സാഹചര്യങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകുമ്പോഴാണ് ഞാനിത് പറഞ്ഞു പോകുന്നത്. ഈ കാര്യത്തിൽ ഒരു അനുഭവം നേരിട്ട ആളെന്നതിൽ ഞാൻ ചോദിക്കുക, ഇങ്ങനെയുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ഇണയ്ക്കുണ്ടാവുകയാണെങ്കിൽ മുറിച്ച് കളയുന്നതാണോ നല്ലത്, അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ട് വഞ്ചി നീക്കുന്നതാണോ നല്ലത്? സാറേ, നമുക്ക് ഹൃദയത്തിന് എന്തെങ്കിലും കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഹൃദയം മാറ്റി വെക്കാം. പക്ഷെ നമ്മുടെ തലച്ചോറ് എന്തെങ്കിലും മാറ്റി വെച്ചായിട്ട് നമ്മൾ അറിയണോ? വിവരമില്ലായ്മ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? മനുഷ്യർക്ക് വിവരമില്ല എങ്കിൽ എന്ത് ചെയ്യാൻ? ആപേക്ഷികമല്ലേ? ആപേക്ഷികമാണ്. പക്ഷെ നമ്മുടെ ജീവിതത്തിൽ ഞാനിതെല്ലാം ഈ കാരണം എന്താ അറിയാമോ, നമുക്ക് വേണമെങ്കിൽ ഇപ്പം അന്ന് അങ്ങേര് പാല് തട്ടിക്കളഞ്ഞതിന് അതേ അടി കൊടുത്തു. ഒരുവിധം ശരാശരി ഭർത്താവിന്റെ ദൃഷ്ടിയിൽ ആലോചിക്കുമ്പോൾ വിവരക്കേട് അങ്ങേര് കാണിച്ചു അടിച്ചു പറ്റിച്ചത്. എന്നാൽ ആ അമ്മച്ചി പറഞ്ഞെന്തുവാ, എനിക്കൊരു അടിയുടെ ആവശ്യമുണ്ട്, അതൊരു വിവരമാണ്, അല്ലേ? ഒരു ലോക തിരിച്ചറിവാ അമ്മച്ചിയുടെ. അതുപോലെ തന്നെ ആപേക്ഷികമാണ് ആൾക്കാർ. എൻ്റെ അച്ഛനും അമ്മയും ഞങ്ങളുടെ കുടുംബത്തിലെ മാതൃകാ ദമ്പതികളാണ്. കഴിഞ്ഞ ആഴ്ച അവരുടെ 35ാം വെഡിങ് ആനിവേഴ്സറിയും കൂടി ആയിരുന്നു. പക്ഷേ അച്ഛൻ ഇതുപോലെ അമ്മയെ തല്ലുവോ അമ്മയെ അച്ഛനെ തല്ലുവോ അങ്ങനെയൊന്നും ഒരു വിഷയം ഉണ്ടായിട്ടില്ല. ആരുടെ കുഴപ്പം അല്ലേ? പക്ഷേ ഇങ്ങനെയുള്ള സംഭവങ്ങൾ എല്ലാ വീട്ടിലും ഉണ്ടായി. സാറിനെയും ആ അമ്മേനെയും കാണുമ്പോൾ എനിക്ക് എൻ്റെ പേരൻസിനെ പോലെ തന്നെ തോന്നുന്നു. പ്രണയിക്കാൻ പോകുന്ന ആള് തന്റെ പ്രണയിക്കിന് കൊടുക്കുന്ന ആ സന്ദേശം കവിതകളിലൂടെയാണ്. അവിടെ അവന്റെ ഭാഷ നന്നാവുന്നു, മനസ്സ് നന്നാവുന്നു, ഭാവന നന്നാവുന്നു. പക്ഷെ ഇന്ന് എനിക്ക് തോന്നുന്നത് ഇന്ന് എനിക്ക് തോന്നുന്നത് ഈ പ്രണയത്തിന്റെ ആ ഭാവവും രൂപവും, ഞാൻ പറയട്ടെ, ഭാവവും രൂപവും മാറി വാട്സപ്പും ഫേസ്ബുക്കും നിങ്ങളുടെ കാലത്ത് പ്രണയലേഖനം എഴുതി നിങ്ങൾ എഴുതിയെന്ന് പറയാൻ നിങ്ങളുടെ ഭാര്യ വീട്ടിൽ നിന്ന് കാണുന്നുണ്ട്. അതിൽ എഴുതിയാലും എഴുതിയില്ല, അപ്പൊ നിങ്ങളുടെ അക്ഷരം നന്നാവുന്നു എന്ന് പറഞ്ഞാൽ ഇപ്പൊ പിള്ളേരുടെ വിരൽ നന്നാവുന്നു. പിതുക്കി എന്തൊരു സ്പീഡിലാണ് ഇപ്പൊ പിതുക്കുന്നത്. ചെറിയ കാര്യമാണ്. അവിടെ ഈ പഴയ കാലത്തെ പ്രണയം എന്ന് പറഞ്ഞാല്, ഞാൻ ഇന്നത്തെ കാലത്ത് പ്രണയം കൊച്ചാക്കല്ല കേട്ടോ. അവിടെ പ്രണയത്തിന് 3 കാര്യങ്ങളാണ്. ഒന്ന് വിശ്വാസം, പരസ്പര വിശ്വാസം. 2 സത്യസന്ധത. 3 കരുതൽ. തന്റെ പ്രണയിനി അല്ലെങ്കിൽ തന്നെ പ്രണയിക്കുന്ന ആളെ കരുതുന്ന ആ കരുതൽ. സത്യസന്ധത, ഒന്നും മറച്ചു വെക്കാൻ പാടില്ല, നുണ പറയാൻ പാടില്ല. ഇപ്പൊ പ്രണയിക്കുമ്പോ ഹലോ എടാ നീ എവിടാ ചോദിക്കുമ്പോ ഞാൻ ഇന്ന സ്ഥലത്താ, പക്ഷെ അവിടെ കള്ളത്തരങ്ങൾ വരുന്നു പല സ്ഥലത്തും. അപ്പൊ അന്നത്തെ ആ പ്രണയത്തില് സത്യസന്ധതയും അല്ല, ഇന്ന് അങ്ങനെ പ്രണയിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ മൊബൈൽ ലൊക്കേഷനിലുള്ള ചുറ്റുപാടുണ്ട്, അത് എവിടെയാണെന്ന് അറിയാൻ പറ്റും. അതായത് ലൊക്കേഷൻ ഓൺ ചെയ്താൽ എല്ലാം മനസ്സിലാക്കാൻ പറ്റും. ഈ പ്രണയത്തിനകത്തൊക്കെ ഇറങ്ങുന്നവർ ആലോചിക്കേണ്ടത്, ഡിജിറ്റൽ പ്രണയത്തിലാണ് നിങ്ങൾ ഇറങ്ങുന്നതെങ്കിൽ നിങ്ങൾ പിടിക്കപ്പെടും. അതുകൊണ്ട് ഡിജിറ്റലൈസ് ചെയ്യാതിരിക്കുക പ്രണയത്തെ. അതേ നമുക്ക് പറയാനുള്ളൂ. സദാചാര രാമന്മാരെ കൊണ്ട് ഈ നാട്ടിൽ വഴിയടക്കാൻ പറ്റാത്ത അവസ്ഥയായി. നാട്ടുകാർ നന്നാക്കി അടങ്ങുമെന്നാണ് അവർ പറയുന്നത്. അങ്ങനെയുള്ള ആളുകളുള്ള കരുതലുകൾ വളരെ കൂടുതലുള്ള ഒരു കാലത്ത് ഈ ഒരുപാട് പേര് ചിലപ്പോൾ പ്രണയേശ്വരന്മാർ ഇത് കണ്ടുകൊണ്ടിരിക്കുകയായിരിക്കും. അവരോടൊക്കെ എന്തായിരിക്കും പറയാ? ആത്മാർത്ഥമായി പ്രണയിക്കുന്നുണ്ടെങ്കിൽ മുന്നോട്ട് പോകുക എന്നാ ഞാൻ പറയുള്ളൂ. പ്രണയം ജീവിതത്തിൽ പ്രതിസന്ധികൾ പരിഗണിക്കണ്ട. ജീവിതത്തിന്റെ അവസാനം വരെ പ്രണയം. ഈ 60 വയസ്സിൽ മൂക്കിടിച്ച് തറ വീണാൽ ഞാൻ കൂട്ടു നിൽക്കും. അത് യഥാർത്ഥ പ്രണയമാണെങ്കിൽ ഞാൻ അവരുടെ കൂടെയുണ്ട്, ഉറപ്പാണ്. അത് പ്രണയം നിഷ്കളങ്കമായിരിക്കണം, യഥാർത്ഥമായിരിക്കണം. അത് ക്രിമിനൽ പ്രണയത്തെ ഒന്ന് ഇന്റർപ്രറ്റ് ചെയ്താൽ, വ്യാഖ്യാനം ചെയ്താൽ അടുത്തൊരു മനഃശാസ്ത്രത്തിന്റെ ഇരിപ്പുണ്ട്. എന്നാലും ഞാൻ ചോദിക്കാം, അതസെന്റേഡ് ആയിരിക്കണം. അതായത് എനിക്ക് എന്നുള്ള ഈ പൊസസീവ് നേച്ചർ വരുന്നതേ എനിക്ക് കിട്ടണം എന്നിങ്ങനെ ലവേഴ്സ് ചിന്തിച്ചാൽ ആദ്യ കുറച്ച് കൊല്ലങ്ങളിൽ അത് അറിയില്ല. അവരിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുന്നുണ്ടെന്ന് അവർ വിചാരിക്കും. കൊടുക്കല്ല, കിട്ടണം എന്ന് പറയും. 2 പേർക്കും കിട്ടുന്നുണ്ട്. കുറേ കഴിയുമ്പോൾ അവർ എനിക്ക് കിട്ടണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ടിരിക്കും, കൊടുക്കൽ നടക്കില്ല. അവിടെയാണ് ഈ പൊസസീവ് നേച്ചർ വന്നിട്ട് ഈ പ്രശ്നങ്ങളിലേക്ക് വരുന്നത്. എനിക്ക് കുറെ അനുഭവങ്ങൾ എൻ്റെ വ്യക്തിപരമല്ലെങ്കിലും എൻ്റെ ചേച്ചിയുടെ പ്രണയവിവാഹമാണ്. ഞാൻ നിന്ന് സപ്പോർട്ട് ചെയ്തു. അതായത് ഒരു നായരെ കയറി ഒരു ക്രിസ്ത്യാനി ചേച്ചി
സ്നേഹിച്ചപ്പോ ഞാൻ പറഞ്ഞു ഞാൻ നായന്മാർക്ക് ഇത് കഷ്ടകാലമാണ്. അപ്പൊ അവൻ അങ്ങനെ തന്നെ വേണമെന്ന്. അപ്പൊ അതിന് ഞാൻ സപ്പോർട്ട് ചെയ്തു. ഞാൻ പറഞ്ഞു ഞാനൊരു ആൾക്കാർ പറയുന്നത് രജിസ്റ്ററേ ഇങ്ങനെയൊക്കെ പ്രണയിച്ചിട്ട് നിന്നെ ഞാൻ എന്നെ ഓങ്ങി വെച്ചതാന്നാ പറയുന്നത്. അങ്ങനെ ഇപ്പൊ ഞാനൊരു ആശാരി ചെറുക്കനെ പ്രണയിച്ചത്. അപ്പൊ അതിനാരും തടസ്സം പറഞ്ഞില്ലല്ലോ. അത് ജീസസിനെയാണ് ഉദ്ദേശിക്കുന്നത്, ആശാരി ചെറുക്കൻ. അപ്പൊ എന്റെ ചേച്ചി അങ്ങനെ മതം മാറി പ്രണയിച്ചുകൊണ്ട് ചേച്ചിക്ക് ഉള്ളില് താല്പര്യം അത് 100% ആത്മാർത്ഥമാണെങ്കിൽ പ്രൊസീഡ് എന്ന് പറഞ്ഞ് ശക്തി കൊടുത്തവളാണ് ഞാൻ. എൻ്റെ അപ്പൻ എന്താണ് പ്രണയ ജോഡികളെ ഒന്നിപ്പിക്കാൻ വേണ്ടി കുറെ പരിശ്രമിച്ചിട്ടുള്ള ആളാണ്. എൻ്റെ ഇളയ ബ്രദർ ഒരു തൊഴിൽ കിട്ടുന്നതിന് തൊട്ട് മുമ്പ് ലവേഴ്സ് ബ്യൂറോ തുടങ്ങിയ ആളാ. ലവേഴ്സ് ബ്യൂറോ അവൻ പറയുന്നത് അതുകൊണ്ട് ഞാനും ജീസസിനെ പ്രണയിച്ചു. അത് മനുഷ്യൻ എന്ന് പറയുന്ന വിധത്തിലല്ല, ജീസസിനെ പ്രണയിച്ചു, ഇന്നും പ്രണയിച്ചുകൊണ്ടേയിരിക്കുന്നു. അപ്പൊ പ്രണയിക്കുന്നവർക്കൊക്കെ ഞാൻ ഫുൾ സപ്പോർട്ടാണ്. ഒരു വാലന്റീൻ എന്ന് പറഞ്ഞ ബിഷപ്പ് അല്ലെങ്കിൽ പ്രീസ്റ്റാണ് ഈ സീക്രട്ട് ആയിട്ട് പോലും കല്യാണം കഴിച്ചു കൊടുത്തത് പ്രണയിക്കുന്നവരെ. അത് സ്റ്റേറ്റിലെ ലോക്ക് എതിരായിട്ട് പോലും. എന്നിട്ട് അദ്ദേഹം ജയിലിൽ അടയ്ക്കപ്പെടുകയും ജയിലിലും അദ്ദേഹം സീക്രട്ടായി മാരേജസ് നടത്തിക്കൊണ്ടിരുന്നു. അദ്ദേഹത്തിനും ഒരു ലവ് അഫെയർ ഉണ്ടായി. അത് ജയിലിൻ്റെ ഡോക്ടറിനെയാണെന്ന് പറയുന്നു. അതുകൊണ്ട് ആ നിലയ്ക്ക് തീർച്ചയായിട്ടും ഞാൻ പ്രണയിനികളുടെ അല്ലെങ്കിൽ പ്രണയിക്കുന്നവരുടെ സപ്പോർട്ട്, അത് നേരായി പ്രണയമായിരിക്കണം, പോസസീവ് നേച്ചറൊന്നും ആകരുതെന്ന് എനിക്ക് പറയാനുള്ളത്. പ്രണയം എന്ന് പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ അതിൽ ജനാധിപത്യം ഉണ്ടാവണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. കാര്യം എന്ന് വെച്ചാൽ ഇപ്പോൾ എന്നെ പ്രണയിക്കുന്ന ഒരാളിനെ എനിക്കിഷ്ടം അല്ലെങ്കിൽ എനിക്ക് വേണ്ടെന്ന് പറയുമ്പോൾ എന്നെ ഉപദ്രവിക്കാൻ എൻ്റെ മെക്കിട്ട് വരരുത്, ആ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങോട് കൂടി. അപ്പോൾ ഏറ്റവും കൂടുതൽ അധ്യാപകരൊക്കെ പഠിപ്പിക്കുമ്പോൾ തന്നെ ഈ പറഞ്ഞ പോലെ ആശാൻ്റെ ലീലയും അതുപോലെ നളിനിയും ടി പത്മനാഭൻ്റെ ഗൗരിയൊക്കെ പഠിപ്പിക്കുമ്പോൾ നമ്മളൊരു വല്ലാത്തൊരു മൂഡിലാണ് നമ്മൾ പ്രണയം ആസ്വദിക്കുന്നത്. ഞാനൊക്കെ അങ്ങനെ ആസ്വദിച്ച ഒരാളാണ്. കാര്യം എന്ന് വെച്ചാൽ ഇപ്പോഴും എൻ്റെ മനസ്സിൽ പ്രണയം എന്ന് പറയുമ്പോഴത്തേക്കിനും നളിനിയും ദിവാകരനും അതുപോലെ ലീലയും മദനും ഇല്ലാത്തൊരു പ്രണയം അതൊക്കെ ആ ഒരു കൺസെപ്റ്റാണ് നമുക്കൊക്കെ ഉള്ളത്. അത് ചിലപ്പോൾ ഒരു പക്ഷേ പഴഞ്ചൻ കൺസെപ്റ്റ് ആയിരിക്കാം. പക്ഷേ അതിനെ മോഡിഫൈ ചെയ്ത് കുട്ടികളെ ആ ഒരു ജനാധിപത്യ രീതി ഉണ്ടാക്കുക. എനിക്ക് വേണ്ടെന്ന് പറയുമ്പോഴത്തേക്കിന് എന്നെ ഉപദ്രവിക്കാനല്ല വരേണ്ടത്, പകരം എന്നെ സപ്പോർട്ട് ഈ പറഞ്ഞ മാതിരി സാർ നേരത്തെ പറഞ്ഞോളാം, അവർ പോകുന്ന വഴി കാണാൻ അവരെ കാണാനുള്ളൊരു ആഗ്രഹത്തോടു കൂടി അതിൽ നിന്ന് വിഡ്രോ ചെയ്യുന്ന ആ ഒരു മാനസികാവസ്ഥ, ആ ഒരു ആരോഗ്യപരമായ മാനസികാവസ്ഥ വളർത്തിയെടുക്കണം. ഈ ഷോയിൽ കേട്ട പല കാര്യങ്ങളെക്കുറിച്ചും നിങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാക്കാം. കാരണം പ്രണയം എന്ന് പറയുന്നത് വല്ലാത്ത ഒരു വികാരമാണ്. എന്നാൽ പ്രണയത്തിന് വേണ്ടി ജീവിതം നശിപ്പിച്ച് കളയുന്നവരോട് എനിക്കൊരു യോജിപ്പുമില്ല. കാരണം ജനനത്തിനും മരണത്തിനും ഇടയിൽ കിട്ടുന്ന ചെറിയൊരു കാലമായി ജീവിതം. അത് നിങ്ങൾ തീർച്ചയായും ആസ്വദിക്കണം. മറ്റു വിശേഷവുമായി ഇനി അടുത്ത ശനിയാഴ്ച ഇതേ സമയം. ഗുഡ് ബൈ.